ഹായ് ഹായ് വിജയമാഷേ മാഷേ. ഹായ് ഹായ്. വിദ്യാഭ്യാസ ഹായ് ഹായ് എവരിബഡി. ഇന്ന് തന്നിരിക്കുന്ന വിഷയം ആ, വ്യക്തിബന്ധങ്ങളാണ്. കഴിഞ്ഞ ദിവസവും ബന്ധങ്ങളെ കുറിച്ചായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയവും ബന്ധങ്ങളാണ്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു, ബാക്കി എല്ലാം ഇല്ലെങ്കിലും നല്ല ബന്ധങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം നേടിയെടുക്കാൻ കഴിയുന്നു. ഇപ്പം മദ്യാസക്തരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് ഏറ്റവും നല്ല ബന്ധങ്ങളായിട്ട് കാണുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളുമായിട്ടാണ്. കുടുംബ ബന്ധങ്ങളുണ്ട്, അല്ലാത്ത സുഹൃത്ത് ബന്ധങ്ങളുണ്ട്, അയൽവക്ക ബന്ധങ്ങളുണ്ട്, സഹപ്രവർത്തകർ ബന്ധങ്ങളുണ്ട്. അങ്ങനെ ഒരുപാട് ചിലപ്പോൾ ക്ലാസ്മേറ്റ് ബന്ധങ്ങളുണ്ട്, ക്ലബ്ബ്, സംഘടന തുടങ്ങിയിട്ടുള്ള അവിടെയുള്ള ബന്ധങ്ങളുണ്ട്. അങ്ങനെ നൂറുകണക്കിന് ബന്ധങ്ങൾ നമുക്കുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ബന്ധമാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധം. ഈ ബന്ധത്തിന് മറ്റ് പല ബന്ധങ്ങളിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം ശരിക്കും മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് നല്ലൊരു വിഷയമാണ്. എന്തൊക്കെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ബന്ധങ്ങൾ? അതിന് ഈ ബന്ധത്തെക്കുറിച്ച് ആദ്യം ഒന്ന് വിശദീകരിക്കാം. നമ്മുടെ ഒരു എമ്പളം ഉണ്ടല്ലോ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എമ്പളം, ഒരു ത്രികോണം. ആ ത്രികോണത്തിന് ഒരു വൃത്തത്തിന്റെ അകത്താണ് ആ ത്രികോണം. ആ ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്: ഐക്യം, സേവനം, മോചനം. അതാണ് ആ 3 വശങ്ങളെ കുറിച്ച് പറയുന്നത്. ഞാൻ അതിനെ തന്നെ മറ്റൊരു രൂപത്തിൽ, ഇതിന്റെ ബന്ധങ്ങളെ കുറിച്ച് അതിനെ തന്നെ മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ, ഇതില് ഒരു മൂല, ത്രികോണത്തിന്റെ ഒരു മൂലയ്ക്ക് ഐ എന്ന് പേരിടാം. ഐ, ഞാൻ. രണ്ടാമത്തെ ഇടതുവശത്തെ മൂലയ്ക്കാണ് അത് പേരിട്ടതെങ്കിൽ വലതുവശത്തെ മൂലയ്ക്ക് വി എന്ന് പേരിടാം, ഞങ്ങൾ. മൂന്നാമത്തെ മൂല, മുകളിലുള്ള മൂലയ്ക്ക് ദൗത്യം എന്നാണ്, അല്ലെങ്കിൽ ഏറ്റെടുക്കേണ്ട, അല്ലെങ്കിൽ ലക്ഷ്യം. ദൗത്യം എന്ന് വേണമെങ്കിൽ പറയാം, ലക്ഷ്യം എന്നും പറയാം. ഇനി അതിന്റെ വൃത്തം എന്ന് പറയുന്നത് ഇത് നിലനിൽക്കുന്ന ഏരിയയാണ്, ഗ്ലോബ് എന്ന് പറയാം, സറൗണ്ടിങ്സ്. എവിടെയാണ് ഇത് നിലനിൽക്കുന്നത് എന്നുള്ള ആ ഒരു സറൗണ്ടിങ്സിന്റെ ഉള്ളിൽ. ഐ വി ഇറ്റ് എന്നാണ് പറയുക, ദൗത്യത്തിന് ഇറ്റ്, ഐ വി ഇറ്റ്. ഞാനിത് പറയാൻ കാരണം നമ്മളുടെ ഫെലോഷിപ്പിന്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു ആശയമാണ്. ഇവിടെ ഇറ്റ് എന്ന് പറയുന്നത്, ദൗത്യം എന്ന് പറയുന്നത്, മദ്യപാന രോഗത്തിൽ നിന്നും രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുക എന്നുള്ളതാണ് ഇറ്റ്, ലക്ഷ്യം എന്നാണ്. അത് നേരെ ഒരു വരയുണ്ട് ഇറ്റിലേക്ക്. എനിക്ക് മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്ക് കഴിയണം, എനിക്ക് കഴിയും. എനിക്ക് കഴിയുമെന്നുള്ളത് ഞാൻ ഒരുപാട് ശ്രമിച്ചു നോക്കിയതാണ്. അങ്ങനെ ശ്രമിച്ച് വിജയിച്ചവരും ഉണ്ട് കേട്ടോ. ഒറ്റയ്ക്ക് സ്വന്തം നിലയ്ക്ക് രോഗത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് ഐയിൽ നിന്ന് നേരെ ഇറ്റിലേക്ക് എത്തുക പ്രയാസമാണ്. മറിച്ച് ഐയിൽ നിന്ന് വിയുടെ ഞങ്ങളുടെ സഹായത്തോടു കൂടിയേ ഇറ്റിലേക്ക് എത്താൻ പറ്റും. ഞങ്ങളോടൊപ്പം ചേർന്നിരുന്നാണ് ലക്ഷ്യത്തിലെത്തുന്നത്. അപ്പൊ ഞാൻ ഉണ്ട്, ഞങ്ങളും ഉണ്ട്. ഞങ്ങൾ എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരാണ്. ആ ഞങ്ങളിനെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. എനിക്ക് ഒറ്റയ്ക്ക് ലക്ഷ്യത്തിലെത്താൻ സാധിക്കില്ല, പക്ഷെ ഞങ്ങളോടൊപ്പം ചേർന്ന്, കുറച്ച് ആൾക്കാരോടൊപ്പം ചേർന്ന് ഞാൻ ലക്ഷ്യത്തിലേക്ക് പ്രയാണം നടത്തുകയാണ്. അപ്പൊ ഇവിടെ ഈ ലക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇവിടെ ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ.
ഒരൊറ്റ ദൗത്യമേ ഉള്ളൂ ഇവിടെ: മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷ നേടുക. ആ ഒരൊറ്റ ദൗത്യത്തിനാണ് നമ്മൾ നിൽക്കുന്നത്. അത് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ എല്ലാ പുസ്തകത്തിലും വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആമുഖത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം: അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയും പരസ്പരം പങ്കുവയ്ക്കുന്നതിലൂടെ തങ്ങളുടെ പൊതു പ്രശ്നമായ മദ്യാസക്തി പരിഹരിക്കപ്പെടുകയും മറ്റുള്ളവരെ അതിൽ നിന്നും മോചിതരാകാൻ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ഇറ്റ്. അതിന്റെ ലക്ഷ്യം അത് മാത്രമേ ഉള്ളൂ. അതിനു വേണ്ടിയാണ് ഈ ഞങ്ങൾ കൂടിയിരിക്കുന്നത്. അപ്പോ അതുകൊണ്ടാണ് ഈ അവിടെ ഞാൻ പെരുമാറേണ്ട രീതിയും ഞങ്ങൾ പെരുമാറേണ്ട രീതിയും രണ്ടും വളരെ വളരെ പ്രസക്തമായ കാര്യമാണ്. ഞാൻ എന്ത് ചെയ്യണം, ഞങ്ങൾ എന്ത് ചെയ്യണം. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പടികൾ, ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് പാരമ്പര്യം. ഞാൻ ഞങ്ങളായി കഴിയുമ്പോൾ അവിടെ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അതിനാണ് പാരമ്പര്യം എന്ന പേരിട്ടിരിക്കുന്നത്. കൂട്ടായ്മ എന്ത് ചെയ്യണം, ഒന്നിച്ചു കൂടിയിരിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യണം. അതിൽ ആദ്യം പറയുന്നത് പൊതു നന്മയാണ്. പൊതു നന്മയാണ് ആദ്യത്തെ ലക്ഷ്യം. ഇവിടെ ഐക്യത്തെ ആശ്രയിച്ചാണ് വ്യക്തിപരമായ മോചനം. ഐക്യമാണ് പ്രധാനം, ഒന്നിച്ച് നിൽക്കണം. ആ ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഈ ദൗത്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. രക്ഷപ്പെടേണ്ടത് മദ്യാസക്ത രോഗത്തിൽ നിന്നാണ്. ഒറ്റയ്ക്ക് കഴിയില്ല. ഒന്നിച്ച് നിൽക്കുകയാണ് എങ്കിൽ ആ കൂട്ടത്തിൽ കൂടി ലക്ഷ്യത്തിലേക്ക് എത്താം. ഇവിടെ ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ മദ്യാസക്ത രോഗത്തിൽ. ഈ അടിസ്ഥാന ഒരു ആശയം നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ ഇന്ന് പല സ്ഥലത്തും ഓരോ ആൾക്കാരും കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ മാറ്റേണ്ടതുണ്ടെന്നൊക്കെ നമുക്ക് തിരിച്ചറിയാം. ഈ ഇറ്റ് എന്ന് പറയുന്നത്, ഇനി അതിന്റെ ഗ്ലോബ് എന്ന് പറയുന്നത് മദ്യാസക്ത സമൂഹമാണ്. മദ്യാസക്തരായിട്ടുള്ള ആയിരക്കണക്കിന് ആൾക്കാരുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ഈ ഒരു ഇറ്റും വെച്ച്, ഈ ഒരു ലക്ഷ്യവും വെച്ച് ഞാൻ ഞങ്ങളുടെ കൂടെ കൂടിയിട്ട് ലക്ഷ്യത്തിലേക്ക് പോകുന്നത്. ഒരു വലിയ സമൂഹമാണ് മദ്യാസക്ത സമൂഹം. അപ്പൊ ഈ ഞങ്ങള് കൂടിയിരിക്കുന്ന സമയത്ത് ഈ ഞങ്ങൾ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇന്നത്തെ വിഷയം. കൂട്ടായ്മയില് ഉള്ള ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ. ഈ ബന്ധങ്ങൾ എത്ര സുദൃഢമാണെങ്കിൽ ഈ ലക്ഷ്യത്തിലേക്കുള്ള വഴി എളുപ്പമാണ്. പക്ഷെ ബന്ധങ്ങളുടെ വിള്ളലുകൾ വന്ന് ലക്ഷ്യത്തിലെത്താൻ പ്രയാസം. അപ്പൊ ഈ ബന്ധങ്ങൾ നിലനിർത്തേണ്ടത് എൻ്റെ ആവശ്യമാണ്. കാരണം എൻ്റെ മദ്യാസക്ത രോഗത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടാനാണ് അവിടെ പോയിരിക്കുന്നത്. അതുകൊണ്ട് കൂട്ടായ്മ നിലനിൽക്കൽ എൻ്റെ ആവശ്യമാണ്. കൂട്ടായ്മയ്ക്ക് വേണ്ടിയല്ല ഞാൻ, എനിക്ക് വേണ്ടിയാണ് കൂട്ടായ്മ. അപ്പൊ ഞാൻ അവിടെ ചെന്ന് ആ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ കൂട്ടായ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ കൂട്ടായ്മയെ വളർത്താൻ ഉതകുന്നതായിരിക്കണം, കൂട്ടായ്മയെ തകർക്കാനിടയുള്ളതാവരുത്. അതെന്തൊക്കെയാണ്? കൂട്ടായ്മയെ വളർത്തുകയാണ് വേണ്ടത്, അല്ലാതെ കൂട്ടായ്മയെ തളർത്തുകയല്ല ചെയ്യേണ്ടത്. അപ്പൊ ആ ബന്ധം എങ്ങനെയുള്ളതാണെങ്കിലാണ് ആ കൂട്ടായ്മ വളരുക? ആ ബന്ധം സൗഹൃദ ബന്ധമാണ്, തികച്ചും ഒരു സൗഹൃദമല്ല. സൗഹൃദത്തിന് പല ആംഗിളുകളുണ്ട്. നമുക്ക് സൗഹൃദത്തിന് പല പല കൂട്ടായ്മകളുണ്ട്. സൗഹൃദ കൂട്ടായ്മകൾ വേറെ ഇഷ്ടം പോലെയുണ്ട്. അപ്പൊ അവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ അറിയാം, ഈ ഇറ്റ് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് കൂട്ടായ്മയിൽ നമ്മളുണ്ട്. ഈ ബീയിങ് വ്യത്യസ്തമായിട്ടുള്ള, അതായത് നമ്മളൊരു ലൈബ്രറിയിലാണ് നമ്മൾ അംഗമെങ്കിൽ അവിടെ ഞാനുണ്ട്, ആ ലൈബ്രറിയിലെ അംഗങ്ങളുണ്ട്. അതിന്റെ ലക്ഷ്യം വായനയാണ്. എല്ലാവരും വായിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. അതിന്റെ ദൗത്യം അതാ, വായന മാത്രമേ ഉള്ളൂ. അതേപോലെ നമ്മളൊരു പാർട്ടിയുടെ ഒരു സംഘടനയിലാണെങ്കിൽ അവിടെ ഞാൻ ഉണ്ട്, പാർട്ടിക്കാരുണ്ട്, പാർട്ടിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ഇനി ഒരു റെസിഡൻസ് അസോസിയേഷൻ ആണെങ്കിൽ അത് അവിടെ ഞാനുണ്ട്, ഞങ്ങളുണ്ട്, റെസിഡൻസ് അസോസിയേഷന് ലക്ഷ്യമുണ്ട്. ഇതേപോലെ
ഒരുപാട് ഇതിനകത്തൊക്കെ ഞാനുണ്ട്. അപ്പൊ ഞാൻ എൻ്റെ ഈ റെസിഡൻസ് അസോസിയേഷനിലെ ബന്ധം, അല്ലെങ്കിൽ ക്ലബിലെ ബന്ധം, അല്ലെങ്കിൽ പാർട്ടിയിലെ ബന്ധം, അതല്ലെങ്കിൽ പള്ളിയിലെ കമ്മിറ്റിയിൽ ഞാനുണ്ട്, അമ്പലത്തിലെ കമ്മിറ്റിയിൽ ഞാനുണ്ട്. അവിടെ ചെല്ലുമ്പോൾ ഞാനും ഉണ്ട്, അമ്പല കമ്മിറ്റിക്കാരുണ്ട്, അമ്പലത്തിലെ ഭക്തിപരമായ കാര്യങ്ങളാണ് നമ്മുടെ ലക്ഷ്യം. അപ്പൊ ഓരോ കൂട്ടായ്മയ്ക്കും ഓരോ ലക്ഷ്യങ്ങളാണുള്ളത്. ഒരു കൂട്ടായ്മയുടെ ലക്ഷ്യം മറ്റൊരു കൂട്ടായ്മയിലേക്ക് വലിച്ചെടുക്കാൻ പാടില്ല. അതായത് ഇവിടെ ഈ പല സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഞാൻ, ആ, പല മേഖലയിൽ പ്രവർത്തിക്കുന്ന ഞാൻ, ഇതൊന്നും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിൽ വരുമ്പോൾ ഇല്ല. അവിടെ അയാള്, ഞാനിപ്പോൾ ഒരു ഹെഡ് മാഷാണെന്നോ, അതല്ലെങ്കിൽ ഞാൻ ഇന്ന് കോൺഗ്രസ്സുകാരനാണെന്നോ, അതല്ലെങ്കിൽ ഞാനൊരു ഹിന്ദു ആണെന്നോ, അതല്ലെങ്കിൽ ഞാൻ ഇന്നൊരു എന്താ പറയുക ക്ലബിലെ മെമ്പർ ആണെന്നോ, ഇതൊന്നും അവിടെ ബാധകമല്ല. അവിടെ ആകെ ബാധകമുള്ള ഒറ്റ കാര്യമുള്ളൂ, മധ്യാസക്തൻ എന്നുള്ള ഒറ്റ ലേബൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാത്തിലും എല്ലാവരും വ്യത്യസ്തരാണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ ഒരു രീതി എന്ന് പറയുന്നത് വ്യത്യസ്ത സമൂഹങ്ങളിൽ നിന്ന് വന്നു പെട്ടിട്ടുള്ള ആൾക്കാരാണ്. ഒരു പക്ഷേ ഇതിൻ്റെ അകത്തുള്ള ആൾക്കാരെ സംബന്ധിച്ച് മിക്കവാറും പല രാജ്യങ്ങളിൽ നിന്ന് വന്നു പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കും, പല സമൂഹങ്ങളിൽ നിന്ന് വന്നു പെട്ടിട്ടുള്ള ആൾക്കാർ. അവര് തമ്മിൽ സൗഹൃദം നിലനിൽക്കുന്നുണ്ട്, വലിയ സൗഹൃദമുണ്ട്. ഈ സൗഹൃദം മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമുള്ള സൗഹൃദമേ ഇവിടെയുള്ളൂ. ഇവിടെ ബാക്കിയുള്ള എല്ലാതരം സൗഹൃദം ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഈ മറ്റുള്ളവരിൽ നിന്ന് ഞാൻ എന്ത് പ്രതീക്ഷിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആ പ്രതീക്ഷിക്കാൻ പാടില്ലാത്തത് ഉണ്ട്. പ്രതീക്ഷിക്കാൻ പാടില്ലാത്തത് സാമ്പത്തിക സഹായം പ്രതീക്ഷിക്കാൻ പാടില്ല, ചോദിക്കാനും പാടില്ല, കൊടുക്കാനും പാടില്ല. അതുപോലെ തന്നെ തകരാറിലായ ബന്ധങ്ങളെ പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇതിലുള്ള ആൾക്കാര് വന്ന് സഹായിക്കേണ്ടതായ കാര്യമില്ല. പണം കടം കൊടുക്കുക, ജോലി ഇല്ലെങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുക്കേണ്ട പരിപാടി ഈ കൂട്ടായ്മയ്ക്കില്ല. അങ്ങനെ അയാളുടെ വ്യക്തിപരമായ നൂറുകണക്കിന് പ്രശ്നങ്ങളുണ്ട്. ഒരു മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അയാൾ മദ്യപാനത്തിൽ നിന്ന് മാറി നിന്ന് കഴിയുന്ന സമയത്തുണ്ടാകുന്ന നൂറുകണക്കിന് പ്രോബ്ലങ്ങളുണ്ട്. ഈ പ്രോബ്ലങ്ങളെല്ലാം പരിഹരിക്കുന്ന സ്ഥലമല്ല ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ്. ആൽക്കഹോളിക്സ് അനോണിമസ് ചെയ്യുന്നത് ഇതെല്ലാം പരിഹരിക്കാൻ ആവശ്യമായ ഒരു മാനസിക ശക്തി പ്രദാനം ചെയ്യലാണ്. എൻ്റെ പ്രശ്നം പരിഹരിക്കേണ്ടത് ഞാൻ തന്നെയാണ്. അതിന് തടസ്സമായി നിൽക്കുന്നത് ഒരു മദ്യാസക്ത രോഗമുണ്ട്. ആ രോഗത്തിന് പരിഹാരം ആൽക്കഹോളിക്സ് അനോണിമസിൽ കിട്ടും. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ പിന്നീടുള്ള എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ ഒറ്റയ്ക്കാണ് പരിഹരിക്കേണ്ടത്. എനിക്കത് ഒറ്റയ്ക്കെന്നല്ല, എനിക്കതിന് വേറെ പല ആൾക്കാരെ കൂട്ടാം. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ അതിന് ബാധ്യതയില്ല, ചോദിക്കാനും പാടില്ല. ഒരു ഉദാഹരണത്തിന് സാമ്പത്തികമായി പ്രശ്നങ്ങൾ ഉണ്ടെന്ന് കരുതുക. അപ്പൊ ഈ ആൽക്കഹോളിക്സ് അനോണിമസ് വരുമ്പോൾ നല്ല സൗഹൃദമാണല്ലോ. അപ്പൊ എല്ലാവരും പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്നത് ഇത് നല്ല കമ്പനിയാണ്, എല്ലാവരും തമ്മിൽ ഭയങ്കര ബന്ധങ്ങളാണ്. അപ്പൊ എനിക്ക് കുറച്ച് പൈസ ചോദിക്കാമല്ലോ, എനിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, പൈസ തരിക. അതുപോലെ തന്നെ ടൂറ് പോവുക, യാത്ര പോവുക, അതുപോലെ തന്നെ ഒരുപാട് പരിപാടികൾക്കൊക്കെ ഒന്നിച്ചു പോകാൻ പറ്റുന്ന ഒരു കൂട്ടായ്മയാണെന്ന് വിചാരിക്കുന്നവരുണ്ട്. അങ്ങനെ ഒരു സംഗതി ഇതിൻ്റെ അകത്ത് വന്നാൽ അത് പലപ്പോഴും നെഗറ്റീവായിട്ട് മാറും. അതുകൊണ്ടാണ് പറയുന്നത് ഇത് അത്തരം ഒരു സംഗതിയിലേക്കൊന്നും ഇത് വിപുലീകരിക്കാൻ പാടില്ല. മാത്രമല്ല, ഈ ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങൾ മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ, അല്ലനോണില്ല. അവരുടെ അല്ലനോൺകാരും ഇതിൻ്റെ അകത്ത് ബന്ധമില്ല. അതുകൊണ്ട് തന്നെ ഈ അല്ലനോൺകാരുമായിട്ടും ബന്ധം ഉണ്ടാക്കാൻ പാടില്ല. മറ്റുള്ള ആൾക്കാരുടെ അല്ലനോണുമായിട്ടും ബന്ധം ഉണ്ടാക്കാൻ പാടില്ല. ഇനി ലോഹ്യം പറയുകയും ചിരിക്കുകയും വർത്താനം പറയുകയും ചെയ്യുക എന്നുള്ള ഒരു സംഗതി വേണ്ടെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവര് തമ്മിലുള്ള നമ്മൾ ഒരു വിചാരിക്കുന്ന പോലുള്ള ഒരു വലിയ സൗഹൃദത്തിന്
ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ ആഹ്, എന്താ പറയാ, ഉപയോഗപ്പെടുത്താൻ പാടില്ല. അല്ലാതെ ഈ പറഞ്ഞ ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ ഉണ്ടാവാം. അല്ലാതെ ആൽക്കഹോളിക്സ് അനോണിമസ് അല്ലാതെ തന്നെ ഇപ്പൊ പേഴ്സണലായിട്ട് ബന്ധങ്ങളുള്ള എത്രയോ ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ എൻ്റെ വേനപ്പാറയിലെ ഗ്രൂപ്പില് വന്നിട്ടുള്ള ആൾക്കാരെല്ലാവരും തന്നെ നേരത്തെ എല്ലാ കുടുംബങ്ങളുമായിട്ടും നല്ല ബന്ധമുള്ള അവിടെയൊക്കെ പോയിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരുന്നു നേരത്തെ എല്ലാ ആഘോഷങ്ങൾക്കും അവിടെ വീട്ടുകാരും ആയിട്ട് നല്ല ബന്ധമുള്ളത്. ആ ബന്ധം ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോഴും അവരുമായിട്ട് നിലനിൽക്കുന്നുണ്ട്. അത് നേരത്തെയുള്ള ബന്ധമാണ്, അല്ലാണ്ട് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതിന് ശേഷമുള്ള ബന്ധമല്ല. ആൽക്കഹോളിക്സ് അനോണിമസിലേക്ക് വന്നതിന് ശേഷം ഈ തരം ബന്ധങ്ങളിലേക്ക് നമ്മൾ അധികം പോകുന്നില്ല. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാല്, നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയാല് ഡോക്ടർ നമ്മളുടെ രോഗം മാറാനുള്ള എല്ലാ മരുന്നുകളും തരും, നിർദ്ദേശങ്ങളും തരും. ആ ഡോക്ടർ ഒരിക്കലും എൻ്റെ സാമ്പത്തിക പ്രശ്നം കൈകാര്യം ചെയ്യല. എൻ്റെ പിണങ്ങിപ്പോയ ഭാര്യയെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ ഡോക്ടർ മെനക്കെടൂല. എനിക്ക് എന്താ പറയാ, എവിടേക്കെങ്കിലും പോവാൻ ഡോക്ടർ കൂടെ വരില്ല, ഒന്നും വരില്ല. ഡോക്ടർ എനിക്ക് ആകെ തരുന്നത് ഏഹ്, എൻ്റെ രോഗം മാറാനുള്ള നിർദ്ദേശങ്ങളും അതിനെ പറ്റി വേണ്ട മരുന്നുകളും മാത്രമാണ് തരിക. അല്ലാണ്ട് ഡോക്ടർ കുടുംബമായിട്ട് എനിക്ക് വലിയ ബന്ധമില്ല. ഏകദേശം ഇതേപോലെ തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ്. ഇത് നമ്മൾ പോകുന്നത് സുഹൃത്ത് ബന്ധം ഉണ്ടാക്കാനല്ല, പോകുന്നത് മദ്യാസക്ത രോഗം എന്ന് പറയുന്ന മാറാ രോഗത്തിൽ ചികിത്സയ്ക്കാണ് പോകുന്നത്. ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ആണ് ശരിക്കും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ്. ആ മീറ്റിംഗിൽ പോയിരുന്ന് എങ്ങനെയാണ് ഇതിന്റെ ചികിത്സ എന്ന് വെച്ചാൽ ആ, മാനസിക മാറ്റം സംഭവിക്കും. ശാരീരികമായ ഒരു രോഗത്തോടൊപ്പം തന്നെ മാനസികമായ രോഗമാണ്, വൈകാരിക രോഗമാണ്, ആത്മീയ രോഗമാണെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ വൈകാരിക രോഗത്തിനും ഈ ആത്മീയ രോഗത്തിനും മാനസിക രോഗത്തിനും ചികിത്സ എന്ന് പറയുന്നത് മനസ്സ് മാറ്റുക എന്നുള്ളത്. ഈ ശാരീരിക രോഗത്തിനുള്ള ചികിത്സ എന്ന് പറയുന്നത് മനസ്സ് മാറ്റുക എന്നുള്ളത്. ശാരീരിക രോഗത്തിന് മാറേണ്ട മനസ്സെന്ന് പറയുന്നത് മദ്യം യോജിക്കാത്ത ഒരു ശരീരമാണ് എൻ്റെത് എന്നുള്ള ഒരു മാനസിക മാറ്റം വരണം. എൻ്റെ ശരീരത്തെക്കുറിച്ച് നല്ല ഒരു ബോധം, ശരീരത്തെക്കുറിച്ച് ഇതേപോലെ എൻ്റെ വികാരങ്ങളെക്കുറിച്ച് എനിക്ക് ബോധം ഉണ്ടാവണം. അതുപോലെ തന്നെ എൻ്റെ ആത്മീയത, എൻ്റെ സൽക്കർമ്മങ്ങളെക്കുറിച്ച് എനിക്ക് ബോധം ഉണ്ടാവണം. ഞാൻ നല്ലതാണോ പറയുക, നല്ലത് പറയുക, നല്ലത് ചെയ്യുക, ഇതാണോ ഞാൻ ചെയ്യുന്നത്. നല്ലത് മീൻസ് ഞാൻ ചെയ്യുന്ന ഒരു കാര്യം മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടാവാത്ത കാര്യങ്ങൾ, മറ്റാൾക്കാർക്കും കൂടി യോജിക്കുന്ന കാര്യങ്ങളാണ് നല്ലതെന്ന് പറയുന്നത്. ആ അത്തരം ചെയ്യുന്ന കാര്യങ്ങളെയാണ് ആത്മീയത ഉള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഞാൻ ചെയ്യുമ്പോൾ അത് മറ്റൊരാൾക്ക് ഉപദ്രവമാവാത്ത, എന്നാൽ മറ്റൊരാൾക്ക് സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ ഞാൻ ചെയ്യുമ്പോൾ ചെയ്യാൻ നമ്മൾ വളരേണ്ടതുണ്ട്. അതേപോലെ മാനസിക മാറ്റം വരേണ്ടതുണ്ട്. ചിന്തകൾ, ഈ ആ ചിന്തകൾ മാറുക എന്ന് പറയുന്നത് എളുപ്പമല്ല. അവിടെയാണ് ആ ചിന്തയെ മാറ്റിയെടുക്കാൻ, അല്ല, നമ്മുടെ മോശപ്പെട്ട ചിന്താഗതികൾ, ചിന്തയെ മാത്രമല്ല ചിന്താഗതികൾ, കാഴ്ചപ്പാട്, സംസ്കാരം, വിശ്വാസങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ എന്നാണ് ഉണ്ടായതെന്ന് ചോദിച്ചാൽ അത് മദ്യപാന കാലത്ത് മാത്രമല്ല ഉണ്ടായിട്ടുള്ളത്, അതിന് മുമ്പേ തുടങ്ങിയിട്ട് ജനിച്ചപ്പം മുതലേ നമ്മൾ രൂപീകരിച്ചതാണ് നമ്മുടെ മനസ്സിന്റെ ആ പ്രവർത്തനം. നമ്മൾ ജനിച്ചു വളർന്ന സാഹചര്യത്തിൽ നമ്മളുടെ അച്ഛൻ, അമ്മ, നമ്മളുടെ കുടുംബക്കാര്, നമ്മളുടെ അയൽക്കാര്, സുഹൃത്തുക്കള്, സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് എന്ന് വേണ്ട, പിന്നെ നമ്മൾ ഇടപെട്ട മേഖലയിൽ നിന്നൊക്കെ ഓരോരോ ദിവസം, ഓരോ ദിവസവും ഓരോരോ ഒന്നിലധികം കാര്യങ്ങൾ നമ്മൾ ഉള്ളിലേക്ക് എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസം തന്നെ എടുത്തു നോക്കിയാൽ അറിയാം, രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയി ആയിട്ടുള്ള ആൾക്കാര് ഇപ്പൊ അവിടെയൊക്കെ ഇപ്പൊ രാവിലെ ആ ആ, ഇത്രയും സമയം കൊണ്ട്
എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയ കുറെ കാര്യങ്ങളുണ്ട് ഒരു ദിവസം തന്നെ. അതാണ് നമ്മൾ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അങ്ങനെ നമ്മൾ ഇന്ന് എത്ര വയസ്സായോ അത്രയും വയസ്സിനെ 365 ദിവസം കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അത്രയും ദിവസം കൊണ്ടാണ് നമ്മൾ ഈ ഇപ്പോഴുള്ള നമ്മളുടെ ഒരു മനസ്സ് രൂപീകരിച്ചത്. ഇത്രയും ദിവസമുണ്ട്. അങ്ങനെ രൂപീകരിച്ച ഒരു മനസ്സിന്റെ ഒരു ലോകമുണ്ട്, ഒരു വലിയ ലോകം. ആ ലോകത്തിന് പറയുന്ന പേര് ആന്തരിക ലോകം എന്നാണ്. നമ്മൾ രണ്ട് ലോകത്താണ് ജീവിക്കുന്നത്. ഒന്ന് നമ്മളുടെ പുറം ലോകം, രണ്ട് അകം ലോകം. പുറം ലോകം നമുക്കറിയാം, പ്രകൃതിയാണ്, ഭൂമി, ആകാശം, ചന്ദ്രൻ, സൂര്യൻ, നക്ഷത്രങ്ങള്, ഭൂമിയിലുള്ള മലകള്, കുന്നുകള്, പുഴകള്, കടല് എന്ന് വേണ്ട ഈ പ്രകൃതി, വായുമണ്ഡലം തുടങ്ങിയിട്ടുള്ള ഈ പ്രകൃതി, ഇതാണ് നമ്മൾ കാണുന്ന പുറം ലോകം എന്ന് പറയുന്നത്. ഈ പുറം ലോകത്തെ കുറേ സംഭവങ്ങൾ, ഇടയ്ക്കിടയ്ക്ക് സംഭവങ്ങളൊക്കെ നടക്കും. സുനാമി വരും, മലവെള്ളപ്പാച്ചിൽ വരും, ഉരുളുപൊട്ടൽ വരും, ഇതൊക്കെ വരും. മഴ പെയ്യും, വെയിൽ തെളിയും, ഇതൊക്കെ നടക്കുന്നതാണ് ഈ പുറം ലോകം. ഇത് കൂടാതെ ഒരു അകം ലോകമുണ്ട്, എൻ്റെ ഉള്ളിലെ ലോകം. ഈ പറഞ്ഞ സംഗതികളെ ഞാൻ അതിൻ്റെതായ രീതിയിലല്ല കാണുന്നത്. ഈ പ്രകൃതിയെ, ചുറ്റുപാടിനെ ഞാൻ കാണുന്നത് എൻ്റെ അകം ലോകം കൊണ്ടാണ് കാണുന്നത്. ഈ അകം ലോകം ആരും പുറമേ നിന്ന് സൃഷ്ടിച്ചതല്ല, ഞാൻ സൃഷ്ടിച്ചതാണ്. ഞാൻ മനഃപൂർവ്വം സൃഷ്ടിച്ചതുമല്ല, ഞാൻ അറിയാതെ സൃഷ്ടിക്കപ്പെട്ടതാണ്. എൻ്റെ സാഹചര്യങ്ങള്, ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങള്, എൻ്റെ ഇഷ്ടങ്ങള്, ഇതൊക്കെ വെച്ചിട്ട് ഞാൻ പ്രവർത്തിച്ച മേഖലകള്, ഇതെല്ലാം വെച്ചിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ രൂപപ്പെട്ടു വന്നതാണ് എൻ്റെ അകം ലോകം. ഞാൻ രൂപപ്പെടുത്തിയതാണെന്നും വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു അകം ലോകം നമ്മുടെ ഉള്ളിലുണ്ട്. ഈ അകം ലോകവും പുറം ലോകവും തമ്മിലൊരു വ്യത്യാസമുള്ളത്, ഈ പുറം ലോകത്ത് പ്രകൃതിയിലൊക്കെ തന്നെ ശാന്തമാണ് പൊതുവെ. പുറം ലോകം ശാന്തമാണ്. ചിലപ്പോൾ അവിടെ ഒരു പെരുമഴ വരും, പക്ഷെ ആ മഴ അങ്ങ് പോകും. ഒരു വെയിൽ തെളിയും, ആ വെയിലങ്ങ് പോകും. ഒരു കാറ്റ് വരും, ആ കാറ്റങ്ങ് പോകും. ഒരു ഉരുളുപൊട്ടൽ വരും, അതങ്ങ് പോകും. ഒരു സുനാമി വരും, അതങ്ങ് പോകും. അതങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ഈ പുറം ലോകം ആലോചിക്കുന്നു പോലില്ല. അത് ചിലപ്പം വരും, അതങ്ങോട്ട് കഴിയും. പിന്നെ വെയിൽ തെളിയും, ഒരു മഴ വരും, ആ മഴ പെയ്യും, മഴ അങ്ങ് പോകും. പിന്നെ അടുത്ത വെയിൽ തെളിയും. അപ്പൊ ഈ അതായത് ആ സംഭവിക്കുന്ന സമയത്ത് മാത്രമേ അതുള്ളൂ. അത് നൂറ്റാണ്ടുകളായിട്ട് ആ പുറം ലോകം അതങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ അകം ലോകം അത് അങ്ങനെയല്ല. അത് നമ്മൾ ചെറുപ്പം മുതലേ ഉണ്ടാക്കി വെച്ച അല്ലെങ്കിൽ സൃഷ്ടിച്ച കുറേ ഓരോ ദിവസവും മനസ്സിലാക്കിയ കാര്യങ്ങൾ, പഠിച്ച കാര്യങ്ങൾ, എടുത്ത തീരുമാനങ്ങൾ, വളർന്ന സാഹചര്യങ്ങളിലൂടെ ഞാൻ പഠിച്ച കാര്യങ്ങൾ, ഇതെല്ലാം വെച്ചുകൊണ്ട് ഓരോ ദിവസവും ഓരോ ഇഷ്ടിക വെച്ച് 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 ഞാൻ പണിതുണ്ടാക്കിയതാണ് എൻ്റെ മനസ്സ്. എൻ്റെ മനസ്സ് ഞാൻ സൃഷ്ടിച്ചത്, ഞാൻ പണിതുണ്ടാക്കിയത്. അത് ജനിച്ചപ്പം മുതൽ ആദ്യത്തെ ഇഷ്ടിക വെച്ച് പിന്നെ അതിന്റെ മുകളിലാണ് പിന്നെ അടുത്ത ഇഷ്ടിക വെച്ച് അടുത്ത ഇഷ്ടിക വെച്ച് അങ്ങനെ ഒരു മനസ്സ് ഞാൻ പണിത് സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സൃഷ്ടിച്ചു വെച്ച മനസ്സ് ഓരോരുത്തരും അവരവരുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് സൃഷ്ടിച്ചു വെച്ചതാണ് ആ മനസ്സ്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഈ മനസ്സ് ഡിഫറെൻ്റ് ആണ്, വ്യത്യസ്തമാണ്. എല്ലാവരുടെയും കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. എല്ലാവരുടെയും ഇഷ്ടങ്ങൾ വ്യത്യസ്തമാണ്. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ, എല്ലാവരുടെയും ജീവിതത്തിലെ സംഭവങ്ങൾ, എല്ലാവരുടെയും റൂട്ട് ഒക്കെ വ്യത്യസ്തമാണ്. ഒരാള് കടന്നു വന്ന വഴിയിലൂടെ അതിനു മുമ്പ് ഒരാളും പോയിട്ടില്ല.
ഒരാൾ കടന്നു വന്ന വഴിയിലൂടെ ഇനി ഒരാളോട്ട് വരികയുമില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ വ്യത്യസ്തനാണ് ഞാൻ. എന്നെ പോലെ ഈ ലോകത്ത് ഇതുവരെ ജനിച്ചതും ഇനി ജനിക്കാതിരിക്കുന്നതും ഞാൻ മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ കടന്നു വന്ന വഴി ഞാൻ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഒരു മനസ്സുമായിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പൊ ഈ മനസ്സിനോട് അതേപോലെ യോജിക്കാൻ കഴിയുന്ന ആൾക്കാർ ലോകത്ത് ആരും ഉണ്ടാവില്ല, ഒരാളും ഉണ്ടാവില്ല. മാത്രമല്ല, അവർക്കെല്ലാം അവരുടേതായ ഒരു കാഴ്ചപ്പാടുണ്ടായിരിക്കും. ഈ കാര്യം നന്നായി നമ്മൾ മനസ്സിലാക്കിയാൽ വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടുള്ളവരുടെ ഒരു കൂട്ടായ്മയിൽ വരുമ്പോൾ എന്താണ് ഞാൻ അവിടെ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. എന്ത് ചെയ്യാൻ പാടില്ല. ഞാൻ എൻ്റെ ഇഷ്ടങ്ങളും എൻ്റെ കാഴ്ചപ്പാടുകളും ഈ സംഗതികളുമെല്ലാം ഞാൻ നിർബന്ധം പിടിച്ച് മറ്റുള്ളവരുടെ മേലെ അത് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അത് വമ്പം പരാജയമായിരിക്കും. എൻ്റെ ഇഷ്ടങ്ങൾ ആർക്കും ഇല്ലല്ലോ, എൻ്റെ കാഴ്ചപ്പാടും ആർക്കും ഇല്ലല്ലോ. മാത്രമല്ല, അവർക്കൊക്കെ വേറെ വേറെ കാഴ്ചപ്പാടും ഉണ്ടല്ലോ. അപ്പൊ അവർക്ക് എന്ത് വേണം എന്നുള്ളത് അവരാണ് തീരുമാനിക്കേണ്ടത്, ഓരോരുത്തർക്കും. അതുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിൽ ഉപദേശങ്ങളില്ല, ക്ലാസ്സുകളില്ല, അങ്ങനെ ഒന്നും ആൽക്കഹോളിക്സ് അനോണിമസ് ഇല്ല. ഷെയറിങ് മാത്രമാണ്, പങ്കുവയ്ക്കൽ. അതായത് അവനവനെ കുറിച്ച് പങ്കുവയ്ക്കുക. അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ മറ്റുള്ള ആൾക്കാർ അത് കേൾക്കുമ്പോൾ ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ബൊഫേ പോലെയാണ്. വിളമ്പി കൊടുക്കുക, വിളമ്പി വെക്കുക. അത് ആർക്കാണോ വേണ്ടത്, ഏതാണോ വേണ്ടത്, അതെടുത്ത് അവർ പോവുക. അങ്ങനെയുള്ളതാണ് ഈ കൂട്ടായ്മ. ബൊഫേ സിസ്റ്റമാണ്. അല്ലാതെ ഇവിടെ കൊച്ചു കുട്ടികളെ ഭക്ഷണം കൊടുത്ത് തീറ്റിക്കുന്ന പോലെ ഉള്ള പരിപാടികളൊന്നുമില്ല. നിർബന്ധം പറഞ്ഞിട്ട് ഒരു ഉണ്ടാക്കി വെച്ച സാധനങ്ങൾ എടുത്ത് തീറ്റിക്കുന്ന പരിപാടി കൊച്ചു കുട്ടികളെ എടുത്ത് അമ്മമാർ ചെയ്യുന്ന പണിയല്ല ഇവിടെ. ഇവിടെ ഇഷ്ടംപോലെ സാധ്യതകൾ, പല ആൾക്കാരുടെയും ഷെയറിങ് പലതരം വിഭവങ്ങളായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ എനിക്ക് വേണ്ട വിഭവം മാത്രം ഞാൻ എടുത്ത് അത് മുറുകെ പിടിച്ച് ഞാൻ അന്ന് വീട്ടിലേക്ക് പോവുകയും ചെയ്യും. ആ ഭക്ഷണം കഴിച്ച് ഞാൻ പോവുകയും ചെയ്യും. അപ്പം അതുപോലെ അത്രമാത്രം വ്യത്യസ്തരായിട്ടുള്ള കാഴ്ചപ്പാടുകളും അനുഭവങ്ങളും എല്ലാം വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാർ ഒന്നിച്ചു കൂടുന്നത് എന്തിനു വേണ്ടിയാണ്? ഒറ്റ കാര്യമുള്ളൂ, മദ്യാസക്ത രോഗത്തിൽ നിന്നും മോചിതരാകും. അതുകൊണ്ട് അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബന്ധം എന്ന് പറയുന്നത്, എന്നെ കൊണ്ട് ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. ഞാൻ ഈ കൂട്ടായ്മയില് നിന്ന് എനിക്ക് ആവശ്യമുള്ള ചില കാര്യങ്ങൾ എടുക്കാൻ വന്നതാണ്. അതേപോലെ ഞാൻ ഇവിടെ കൊടുക്കുന്നത്, എടുക്കുക മാത്രമല്ല കൊടുക്കുന്നത് എൻ്റെ അനുഭവങ്ങൾ മാത്രമാണ്. അതാണ് ആമുഖത്തിൽ പറഞ്ഞത്, അനുഭവങ്ങളും ശക്തിയും പ്രതീക്ഷയുമാണ് ഞാൻ കൊടുക്കുന്നത്, അല്ലാതെ ഞാൻ ഉപദേശങ്ങൾ കൊടുക്കണില്ല. അങ്ങനെ ആവുമ്പോഴാണ് ആ കൂട്ടായ്മ അവിടെ ഒരു വലിയൊരു ശക്തിയായിട്ട് തോന്നുന്നത്. അവിടെ ചെന്നിരിക്കുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി എനിക്ക് വരികയാണ്. കാരണം എൻ്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമായിട്ടല്ല അവിടെ വരുന്ന ഓരോരുത്തരുടെയും കാഴ്ചപ്പാടിന് വിരുദ്ധമല്ല. കാരണം എനിക്ക് ആവശ്യമുള്ള എടുത്താൽ മതിയല്ലോ. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനുള്ളത് പറയട്ടെ. അങ്ങനെ പറയുമ്പോൾ അതിന് ആവശ്യത്തിനുള്ളത് എടുക്കും. അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടായ്മയിൽ ആ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിൽ സൗഹൃദങ്ങൾ പങ്കുവയ്ക്കും. ഈ സൗഹൃദങ്ങൾ പങ്കുവെച്ച് കഴിഞ്ഞ് ഇവര് നല്ല സുഹൃത്തുക്കളായി മാറും. നല്ല സുഹൃത്തുക്കളായി മാറിക്കഴിയുമ്പോൾ നല്ല വലിയ സുഹൃത്തുക്കളായല്ലോ. ആ സമയത്ത് പെട്ടെന്ന് തോന്നുക, നേരത്തെ ഉള്ള ബാല്യകാല സുഹൃത്തുക്കളെ പോലെ, ഫുട്ബോൾ കളിക്കാൻ പോകുമ്പോൾ ആ സുഹൃത്തുക്കളെ പോലെ, കള്ളു കുടിക്കാൻ പോകുമ്പോൾ ഉണ്ടായിരുന്ന സുഹൃത്തുക്കളെ പോലെ അങ്ങനെ ആത്മാർത്ഥ സുഹൃത്തുക്കളായി കഴിഞ്ഞു എന്നുള്ള ഒരു ധാരണയിൽ പിന്നീടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിലേക്ക് പോവുക, പിന്നെ അവിടെ ചെന്നിട്ട് അവിടെ താമസിക്കുക, അതുപോലെ അവരുടെ ഭാര്യമാരും ഒക്കെ ആയിട്ട് ഭയങ്കരമായ സല്ലാപങ്ങൾ നടത്തുക,
മക്കളും ഒക്കെ ആയിട്ട് ഭയങ്കര വർത്താൻ പറയും, നല്ല കുടുംബ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ഇതിലേക്ക് ഇങ്ങനെ ഇങ്ങനെ വളർന്ന് വളർന്ന് പോകുന്നത് കണ്ടിട്ട് ഇത് പോണോ പോണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് പോകാൻ പാടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് അപകടങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് അതിന് കണ്ടറിഞ്ഞാണ് ചെയ്യാൻ പാടും. ഒരുപാട് അപകടങ്ങളുണ്ട്. ആ, കാരണം ഇതിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ആൽക്കഹോളിസം അനോണിമസിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മദ്യാസക്ത രോഗത്തെ തീർച്ചയായിട്ടും മാത്രമാണ്. ഈ ലക്ഷ്യം ചിലപ്പോൾ മാറിപ്പോകും. സൗഹൃദം വേറെ അല്ലേ. ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞ്, ഞാനൊരു ടൂർ പോയി, ഏക്കാരുടെ ഒരു ടൂർ പോയി പോകുന്നതിന് മുമ്പ് നല്ല സൗഹൃദമാണ്. ആൽക്കഹോളിസം അനോണിമസിന്റെ മീറ്റിംഗ് വന്ന നല്ല സൗഹൃദം ഉണ്ടായിരുന്ന ടീം ടൂർ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഈ മറ്റുള്ള ഓരോ സ്ഥലത്ത് പോയി ഓരോരുത്തർ ഇടപെടുന്ന ഓരോ രീതി കാണുമ്പോൾ ഇത് പലർക്കും അങ്ങോട്ട് ദഹിക്കുകയില്ല. എന്തിനാ ഇത് അങ്ങനെ കാണിക്കുന്നത്? എന്തിനാ അവിടെ പോയത്? എന്തിനാ ആ ഹോട്ടലിൽ കയറിയത്? എന്തിനാണ് ഇത് എന്ന് തുടങ്ങിയിട്ടുള്ള പല പല അസ്വസ്ഥതകൾ ഇങ്ങനെ വരും. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ തിരിച്ചു വന്നപ്പോഴേക്കും ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നത്. നല്ല സൗഹൃദമുള്ള കൂട്ടായ്മ ആയതുകൊണ്ടാണ് ടൂർ പോകാൻ തീരുമാനിച്ചത്. പക്ഷെ ടൂർ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ അസ്വസ്ഥത, പലരും തമ്മിൽ അസ്വസ്ഥത ഉണ്ടായിരുന്നു. അതിന്റെ കാരണം, ഈ ടൂർ പോയി കഴിഞ്ഞപ്പോൾ പല മേഖലകളിൽ ഇടപെടേണ്ടി വന്നു. ഈ പല മേഖലകളിൽ ഇടപെടേണ്ടി വരുമ്പോൾ എല്ലാവരും വ്യത്യസ്ത കാഴ്ചപ്പാടുള്ളവരായതുകൊണ്ട് അവരവരുടെ കാഴ്ചപ്പാട് അനുസരിച്ച് നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. ഞാൻ പറയുന്ന പോലെ നടക്കണം എന്നുള്ള ചിന്ത വന്നപ്പോൾ അസ്വാസ്ഥ്യമുണ്ട്. ഈ അസ്വാസ്ഥ്യത വന്നു കഴിഞ്ഞാൽ അത് ഈ കൂട്ടായ്മയുടെ ശക്തിയെ അത് ബാധിക്കും. അതുകൊണ്ടാണ് ഈ കൂട്ടായ്മ എന്ന് നിലനിൽക്കണം, അത് ശക്തമായി നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ മറ്റ് തരത്തിലേക്ക് ഇത് പോവാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ പോയി എന്ന് വെച്ചിട്ട് അത് വലിയൊരു പ്രശ്നമാണെന്നല്ല. വളരെ അപൂർവമായ ഒരേ മനസ്സുള്ള, ഒരേ താല്പര്യങ്ങളുള്ള ആൾക്കാർ ഉണ്ടാവുക എന്നുള്ളത് വളരെ വിരളമാണ്. കാരണം പല സ്ഥലങ്ങളിൽ ജനിച്ചു വളർന്ന ആൾക്കാരായതുകൊണ്ട്, പലതരം കുടിയിൽ കൂടെ നടന്നുപോയ ആൾക്കാരുണ്ട്, പല പല നഷ്ടങ്ങൾ വന്ന ആൾക്കാരായതുകൊണ്ട് എല്ലാവരും വ്യത്യസ്തരാണ്. അതുകൊണ്ട് ഈ കാഴ്ചപ്പാടുകളിലും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ ഈ ഒന്നിച്ചുള്ള യാത്രയും ഒന്നിച്ചുള്ള ഉറക്കവും ഒന്നിച്ചൊരു വീട്ടിൽ പോയി താമസിക്കലും ഒക്കെ നടക്കുമ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് അനുഭവമുണ്ട്. ഞാൻ ഒന്ന് രണ്ട് പേരോട് ചോദിച്ചപ്പോൾ അവരൊക്കെ അനുഭവങ്ങൾ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. നമ്മള് ഒരു ഒന്ന് രണ്ട് അനുഭവം പറയാം. ഞാൻ ഇങ്ങനെ ഓൺലൈനിൽ ക്ലാസ് എടുക്കുന്ന എൻ്റെ ക്ലാസ് കേട്ടിട്ട് എന്നെ ഭയങ്കര ഇഷ്ടമായ, ഞാനൊരു സംഭവമാണെന്ന് വിചാരിച്ച ആള്, എന്നെ ഒരു ദൈവതുല്യനായിട്ട് കണ്ട ആള്, അയാൾ അങ്ങനെ കണ്ടത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്ന ഏത് കാര്യവും അയാളത് കേൾക്കുകയും അനുസരിക്കുകയും അയാളത് ചെയ്യുകയും അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും അയാളുടെ ജീവിതം പച്ച പിടിക്കുകയും ഒക്കെ ചെയ്ത് വലിയ നല്ല ഇതിലൊക്കെ ആവുകയും ചെയ്ത ഒരാള്. അയാള് അയാളുടെ ഇത് പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് അയാൾ കുറെ ദൂരമുള്ള ഒരാളാണ്. അപ്പൊ അയാൾ പറഞ്ഞു, ഞാൻ മാസ്റ്റർ വീട്ടിൽ വരട്ടെ സമേതം എന്ന് ചോദിച്ചു. അപ്പൊ എനിക്ക് വരണ്ട എന്ന് പെട്ടെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ വന്നോളാൻ പറഞ്ഞു. അങ്ങനെ അയാൾ വന്നു, അയാളുടെ ഭാര്യയും മക്കളും ഒക്കെ ആയിട്ട് വന്നു. എൻ്റെ വീട്ടിൽ ഒരു ദിവസം ഫുള്ള് താമസിച്ചു. പക്ഷെ താമസിച്ച് കഴിഞ്ഞ് പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് അതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാടിൽ അയാൾക്കൊരു ഒരു മാറ്റം വന്നു. ഇതുവരെ കേട്ട മനുഷ്യനല്ല കണ്ടപ്പോ എന്ന് അയാൾക്കൊരു തോന്നല്. കാരണം നമ്മളുടെ വീട്ടിൽ സാധാരണ വീട്ടിൽ പെരുമാറുമ്പോൾ വീടിൻ്റെതായ രീതിയിലുള്ള ഒരു പെരുമാറ്റമൊക്കെ ഉണ്ട്. അപ്പൊ ഇയാൾ എന്നെ കണ്ടിരിക്കുന്നത് വലിയ ദൈവതുല്യനായിട്ടാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, അതെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു, അത് അങ്ങനെ അല്ല, ഇങ്ങനെ. അപ്പൊ ഏതായാലും അയാളത് പോയി. പിന്നെ ഇതുവരെ അയാൾ എന്നെ വിളിച്ചിട്ടില്ല. അയാൾക്ക് അതോടുകൂടി അയാള്, അതായത് ആ സങ്കല്പം അയാളിൽ നിന്ന് അങ്ങ് അകന്നു പോയിരുന്നില്ല. ദൂരെ നിന്ന് കേട്ടു മാത്രം പരിചയമുള്ളവരാണ്. അപ്പൊ ഇതേപോലെ നമ്മളെ ആൽക്കോളിസ് അനോണിമസിന്റെ മീറ്റിങ്ങിലൂടെ കണ്ട് പരിചയപ്പെട്ട് അവിടെ നിന്ന് നമ്മൾ വളരെ നല്ല ബന്ധമായ ഒരാളെ അയാളുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഇവിടെ കാണുന്ന ആളായിരിക്കില്ല അവിടെ ചെല്ലുമ്പോൾ. നമുക്കറിയാം, നമ്മൾ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് പെർസോണയാണ്, മുഖംമൂടിയാണ്. നമ്മൾ ഒരു മനുഷ്യനാണ്, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സംഗതി ഉണ്ട്. പക്ഷെ ഇത് വെച്ചുകൊണ്ട് നമ്മൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ സ്ഥലത്തിനനുസരിച്ചുള്ള ഒരു
ഒരു ഒരു രീതിയിലേക്ക് നമ്മളുടെ സ്വഭാവത്തെ കൊണ്ടുവരിക ചെയ്യാം. ഇപ്പം നമ്മൾ പള്ളിയിൽ ചെന്നാൽ അല്ലെ അമ്പലത്തിൽ ചെന്നാൽ നല്ലൊരു ഭക്തനായിട്ടാണ് നമ്മൾ ഇരിക്കുക. എന്നാൽ ഇയാൾ വീട്ടിൽ വന്നാലോ ഭക്തനല്ല. ഇയാളൊരു ക്ലബിൽ ചെന്നാലോ ഭക്തന്റെ ഒരു ലക്ഷണം അവിടെ കാണില്ല. ഒരു ക്ലബിൽ ചെല്ലുമ്പോൾ ആ ക്ലബിന്റെ ഉള്ളൊരു ആളുടെ ഒരു നോർമലി വേണ്ട ഒരു രീതിയൊക്കെ ആയിരിക്കും അയാൾക്ക് ഉണ്ടാവുക. അതേപോലെ ഇയാള് ഒരു കുടുംബ സദസ്സിൽ ചെല്ലുമ്പോൾ അയാൾ ഒരു കുടുംബക്കാരൻ എന്ന നിലയിലുള്ള ഒരു സ്വഭാവമായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പെരുമാറണം. അപ്പോൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ഒരു 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 പേഴ്സണാലിറ്റി, അതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതിനനുസരിച്ച് പെരുമാറാൻ നമ്മൾ ശ്രമിച്ച് മെച്ചപ്പെടുത്തി കൊണ്ടുപോകാം. നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ ലോകത്തുള്ള എല്ലായിടത്തും ഒരേപോലെ പെരുമാറുമെന്നാണ് വിചാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ പെരുമാറാനും പാടില്ല. ഞാനിപ്പോ ആഹ്, ഒരു ഹെഡ് മാഷായിരുന്നു. അവിടെ ചെന്നാൽ ആഹ്, ഒരുപാട് അധ്യാപകരും ഒരുപാട് കുട്ടികളൊക്കെ ഉള്ള ഒരു സ്കൂളിൽ ഹെഡ് മാഷായിട്ടിരിക്കുമ്പോൾ അവിടെ കുറച്ച് അധികാരം കാണിക്കണം. മറ്റുള്ളവരോട് ചിലപ്പം കർശനമായിട്ട് പറയും. പിന്നെ അങ്ങനെ ഒരു മുഖഭാവമൊന്നും ചിലപ്പോൾ എപ്പോഴും ചിരിച്ചുകൊണ്ട് തമാശ പറയുന്നതായി. അതേസമയം വീട്ടിൽ വന്നാൽ ഈ ആ ഒരു ഭാവവും വീട്ടിലെടുക്കാൻ പറ്റില്ല. വീട്ടിൽ വേറെ ഒരു രൂപമായിരിക്കും. ഇതേ ഞാൻ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അവിടെ എടുക്കുന്ന ഭാവം ഞാൻ ഈ ഹെഡ് ഭാവം അവിടെ കൊണ്ടെടുക്കാൻ പറ്റും. ഈ വീട്ടിലെ ഭാവവും ഈ അമ്പലത്തിൽ കൊണ്ടെടുക്കാം. അതേപോലെ ഒരു സംഘടനയിൽ ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് ആ ഭാവം എടുക്കാൻ പറ്റും. അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഭാവം നമ്മൾ പ്രകടിപ്പിക്കട്ടെ. ഇങ്ങനെ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോഴും ആ സ്ഥലത്തിന് അനുയോജ്യമായ ഒരു ഭാവം നമ്മൾ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയണം. അതിനാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. പെർസോണ, സന്ദർഭത്തിനനുസരിച്ച്. ചില ആൾക്കാർ വിചാരിച്ചിരിക്കുന്നത് ഒരാളെന്ന് പറയുന്നത് അയാൾ അങ്ങനെയാണ് എല്ലായിടത്തും എല്ലായിടത്തും അങ്ങനെയാണ്. ഇപ്പൊ നമ്മൾ വീട്ടിൽ വരുമ്പോൾ വളരെ പാവത്താനായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കാണുന്ന ഒരാൾ, ഇയാൾ ഫുള്ള് പാവത്താനാണെന്ന് വിചാരിച്ചിരിക്കുന്ന ആള് ഉണ്ടാവും. ചിലപ്പോ പിറ്റേ ദിവസം അയാള് ഒരു പോലീസ് ഓഫീസറാണെന്ന് കരുതുക. അയാൾ വീട്ടിൽ ഇങ്ങനെ പാവത്താനായിട്ടായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. അയാൾ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അയാൾ അതിൻ്റെതായ ആ ഭാവം അവിടെ കാണിക്കണം. ഇപ്പൊ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ ഓരോ ഭാവം ഉണ്ടാവും. ഇതേപോലെയാണ് ശരിക്കും നമ്മൾ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിങ്ങിൽ വരുമ്പോൾ അവിടെ നമ്മൾ എടുക്കുന്ന ഒരു ഭാവമുണ്ട്. ഈ ഭാവം അവിടെ മാത്രമേ അത് ഉണ്ടാവുള്ളൂ. പിന്നെ നമുക്ക് എന്താണ് കോമൺ ആയിട്ട് ഉള്ളിൽ ഈ ഓരോ സ്ഥലത്തിലും ഓരോ ഭാവമാണേലും കോമൺ ആയിട്ട് വേണ്ട ഒരു കാര്യമുണ്ട്. ആ കാര്യമാണ് ആത്മീയത. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ഓരോ ഭാവമാണ് ഉണ്ടാവുക. പക്ഷെ എവിടെ പോയാലും ഉണ്ടാവേണ്ടതാണ് ആത്മീയത. എന്ന് വെച്ചാല് ആ, സത്യം പറയുക, നന്മ ചെയ്യുക, നല്ലത് ചെയ്യുക, നല്ലത് പറയുക, പിന്നെ ദേഷ്യം പിടിക്കാതിരിക്കുക, ആ, അതുപോലെ തന്നെ നന്ദി നന്ദി പറയുക, ആ, എന്താ പറയാ, വിട്ടുകൊടുക്കുക, വിട്ടു നിൽക്കുക എന്ന് വേണ്ട അങ്ങനത്തെ കുറേ ക്വാളിറ്റി ഉണ്ടല്ലോ ഒരു മനുഷ്യന്റെ. നീതി, സത്യം, ധർമ്മം, ന്യായം, നല്ലത്, ഈ പറഞ്ഞ കുറേ നല്ല ഗുണങ്ങൾ ആണ് ശരിക്കും ആത്മീയത എന്ന് പറയുന്നത്. ഈ നല്ല ഗുണങ്ങൾ ഈ പറഞ്ഞ എല്ലാ സ്ഥലത്തും വേണം. പക്ഷെ ഭാവം വ്യത്യസ്തമായിരിക്കും. ഓരോ സ്ഥലത്തും ഓരോ ഭാവമായിരിക്കും ഉണ്ടാവുക. അടിസ്ഥാനപരമായിട്ടുള്ള ഈ വ്യക്തിത്വം എന്ന് പറയുന്നത്, വ്യക്തിത്വമല്ല അസ്തിത്വം. വ്യക്തിത്വം എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ കാണിക്കുന്നത് അസ്തിത്വമാണ് യഥാർത്ഥത്തിൽ അവന്റെ ഈ പറഞ്ഞ ആത്മീയത ഉള്ള ഒരു ഒരു സ്വഭാവമുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഈ കൂട്ടായ്മയിൽ വരുന്ന ആൾക്കാർ അവിടെ എത്തുമ്പോൾ അവരുടെ ഒരു മുഖഭാവവും അവരുടെ രീതികളും എല്ലാം കാണുമ്പോൾ ഇതാണ് ഇയാൾ ടോട്ടൽ എന്ന് വിചാരിക്കും. നല്ല സ്വഭാവം, നല്ല ആൾക്കാരെ സഹായിക്കാനുള്ള നല്ല മനസ്സ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇയാളോട് പൈസ വേണമെങ്കിൽ കടം ചോദിക്കും. നല്ല എന്താ പറയാ, ആർക്കും എന്ത് കൊടുക്കാനുള്ള മനസ്സുണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാര് ബന്ധങ്ങള് നല്ല ബന്ധമാണല്ലോ എന്ന് വിചാരിച്ച് പൈസ വായ്പ പൈസ കൊടുക്കുകയും ചെയ്യും.
മിക്കവാറും ആൾക്കാർ പറഞ്ഞ കേട്ടിട്ടുണ്ട് ഈ കൊടുത്ത പൈസ തിരിച്ചു കിട്ടിയിട്ടില്ല. തിരിച്ചു കിട്ടിയതുണ്ട് കേട്ടോ, തിരിച്ചു കിട്ടാത്ത എത്രയോ ഉണ്ട്. എനിക്കൊരു 50,000 രൂപയെങ്കിലും കിട്ടാൻ. ഓരോരുത്തരിങ്ങനെ ഭയങ്കര സൗഹൃദമാണെന്ന് പറഞ്ഞ് ചോദിക്കുന്നു. അത് പിന്നെ ആ, അവര് പിന്നെയും വരണല്ലോ, ഇനി പൈസ ഇല്ലാത്തതിന് വേണ്ടി വരാതിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് പൈസ കൊടുക്കണു. ആ പൈസ വാങ്ങിയ അന്ന് മുതൽ പിന്നെ അയാളെ കാണാതെ വന്നു. കാരണം പിന്നെ ഈ പൈസ കൊടുക്കണമല്ലോ അയാൾ ഇവിടെ വന്നാൽ. പിന്നെ അയാളെ കാണാണ്ടായി പോകുന്നു. അപ്പൊ പൈസ കൊടുത്തു കഴിഞ്ഞാൽ അയാള് ആ, വരികയല്ല ചെയ്യുക, വരാതിരിക്കുക ചെയ്യുക എന്നുള്ളത് ഇവര് ഞാൻ മനസ്സിലാക്കി. നമ്മള് വരാൻ വേണ്ടിയിട്ടാണ് പൈസ കൊടുക്കുന്നത്. പക്ഷെ അയാൾ പിന്നെ കാണൂല, കാരണം അയാൾ പൈസ ഉണ്ടാവൂല. പൈസ തരണമെങ്കിൽ അയാൾക്ക് പിന്നെ മുങ്ങി നടക്കാനല്ലേ പറ്റൂ. അപ്പൊ അതുകൊണ്ട് സാമ്പത്തിക ബന്ധങ്ങളിലേക്ക് കടക്കാതിരിക്കുന്നതാണ്, പോവാതിരിക്കുന്നതാണ് നല്ലത്. സാമ്പത്തിക ബന്ധങ്ങളിലേക്ക് പോയാൽ ഈ കൂട്ടായ്മയിലെ ബന്ധങ്ങൾ അകന്നു പോകും. ഇതേപോലെ പണിക്കാര് ബന്ധങ്ങളുണ്ട്. നമ്മള് പല പല ജോലികൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഉത്തരവാദിത്തങ്ങൾ. അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ ഒരു അങ്ങനെ പണിയെടുക്കുന്ന ആളാണ്. അപ്പോ നിങ്ങൾക്ക് അങ്ങനെ വീട്ടിൽ അങ്ങനെ ഒരു പണിയുള്ളപ്പോൾ എന്തേ എന്നെ ഏൽപ്പിച്ചില്ല എന്നൊക്കെ ചിലപ്പോൾ വിചാരിക്കാൻ സാധ്യത. പക്ഷെ അങ്ങനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കേസ് കെട്ടുകൾ കേട്ടിട്ടുള്ളത്, ആ ആൽക്കഹോളിക്സ് അനോണിമസിലെ ബന്ധം മറ്റ് പണിക്കാരുമായിട്ടുള്ള ബന്ധത്തെ കൂട്ടിക്കുഴച്ച് ഇവരെ പണി ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ആ അത് 8 നിലയിൽ പൊട്ടിച്ച് ശരിയാക്കി കൊടുക്കുന്ന അനുഭവമുള്ളവർ ഇഷ്ടം പോലെ ഇതിനകത്തുണ്ടാവും. ഞാൻ അതിൻ്റെ അകത്ത് ഒരുപാട് അനുഭവസ്ഥനാണ്, ഒരുപാട് അനുഭവസ്ഥനാണ്. അതുകൊണ്ട് ഏഹ്, അവസാനം തീരുമാനിക്കുകയാണ്, ഏകാർക്ക് പണിക്ക് കൊടുക്കൂല. കാരണം അഡ്വാൻസ് വാങ്ങുന്നു, പിന്നെ വരികയില്ല. ഓരോ സാധനം കൊണ്ടുവന്നു, അതുകൊണ്ട് തരികയില്ല. അപ്പൊ നമ്മൾ കൊടുക്കുന്നതൊക്കെ ഈ ഒരു പേരിലാണ്. അപ്പൊ അവർ പിന്നെ കാണുക പോലും ഇല്ല, കാരണം അവർ അവരുടേതായ രീതിയിലേക്ക് അങ്ങോട്ട് പോവുക ചെയ്യും. എൻ്റെ ഒരു അനുഭവം ആണ്. ജോലിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരോട് ഈ പറഞ്ഞ ആള് സുഹൃത്താണല്ലോ, നല്ലൊരു സുഹൃത്താണല്ലോ. അപ്പൊ അതുകൊണ്ട് അയാളോട് ഏം, അങ്ങനെ പണി ഇങ്ങനെ പണി എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാല് അത് അയാൾക്ക് ഇഷ്ടപ്പെടില്ല. സുഹൃത്തല്ലേ. അപ്പൊ ഈ ആൽക്കഹോളിക്സ് അനോണമസില് ഒരേ തുല്യ ഉത്തരവാദിത്വവും തുല്യ അവകാശവും തുല്യരായിട്ടുള്ള ഒരു സ്ഥലമാണ് ആൽക്കഹോളിക്സ് അനോണമസിന് ഉണ്ടായത്. എല്ലാത്തിനും തുല്യതയാണ്. ഇന്ന് 22 വർഷമായ ഞാനും ഇന്ന് വന്ന ആളും ഞാൻ തുല്യരാണ്, മെമ്പറാണ്. ആ തുല്യത ഇവര് ബാക്കിയുള്ള സ്ഥലങ്ങളിലെല്ലാം കാണിക്കും. അതിപ്പോ ഒരു ടൂർ പോവുകയാണെങ്കിൽ ആ തുല്യത കാണിക്കും. ഒരു പണിക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആ തുല്യത കാണിക്കും. തുല്യരാണല്ലോ, ഒപ്പമുള്ള ആളല്ലേ. അത് ചിലപ്പോൾ അത് അവിടെ നടപ്പാവില്ല. കാരണം പണിക്ക് വിളിച്ചാണെങ്കിൽ ചിലപ്പം അതങ്ങനെ അല്ല, ഇങ്ങനെ ചെയ്യണമെന്ന് പറയേണ്ടി വരും. അത് അവന് പറ്റൂല, കാരണം എൻ്റെ ഒപ്പമുള്ള ഒരുത്തൻ എന്നോട് വന്നിട്ട് കൽപ്പിക്കാതെ. ഇപ്പം പറഞ്ഞു വന്നത്, അത്തരം ഉള്ള മറ്റ് മേഖലകളിലേക്ക് ഈ ബന്ധങ്ങളെ കൊണ്ടുപോയാൽ പലപ്പോഴും അപകടമായിട്ട് തീരാറുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് നല്ല മുൻപരിചയമുള്ള ആൾക്കാരെ മാത്രമേ അത്തരം സംഭവങ്ങൾ ഏൽപ്പിക്കാൻ പാടൂ. എനിക്കൊരു കുറേ അനുഭവങ്ങളുണ്ട്. ഒരനുഭവം ഞാൻ പറയാം. ഒരാള് ഇന്റർലോക്ക് ഇടാൻ വേണ്ടി വന്നു. അയാള് അഡ്വാൻസ് കുറെ വാങ്ങി. അപ്പോ പിന്നെ അയാൾ കുറെ ദിവസം വന്നില്ല. പിന്നെ കഷ്ടപ്പെട്ട് വിളിച്ച് വിളിച്ച് ദേഷ്യം പിടിച്ച് വിളിച്ചപ്പോൾ അയാൾ വന്നു. അയാൾ വന്നിട്ട് അയാൾ ഒരു ദിവസം പണിത് തിരിച്ചുപോയി. പിന്നെ അയാൾ വന്നില്ല. പക്ഷെ അയാൾ വന്നപ്പോൾ ചെയ്ത ഒരു പണി എന്ന് വെച്ചാൽ, അയാള് ഇന്റർലോക്കിന്റെ ഇരുന്ന സ്ഥലത്ത് ബാത്റൂമിൽ നിന്ന് പുറത്തേക്കുണ്ടായിരുന്ന 2 ബാത്റൂമിൽ നിന്നുണ്ടായിരുന്ന ഒരു പൈപ്പ് വന്ന് ജോയിന്റ് ആവുന്ന ഒരു കണക്ഷൻ സെന്റർ ഉണ്ട്. അവിടെ നിന്ന് പിന്നെ ടാങ്കിലേക്ക് പോകുന്ന ഒരു കോയിലും ഉണ്ട്. ഇപ്പൊ 3 കോയിലുകൾ ജോയിന്റ് ആവുന്ന ഒരു സ്ഥലം. അവിടെ ഇയാള് എന്നോടുള്ള ദേഷ്യം കാരണം, ഞാൻ അയാളോട് ആ, ഈ പൈസ 5,000 രൂപ വാങ്ങിയിട്ട് അയാൾ പിന്നെ കാണുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പണിയാ ചെയ്യുന്നത്, ആ പൈസ വാങ്ങിയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അയാൾക്ക് തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് അയാൾ ചെയ്ത പണിയാണ് ഈ പറഞ്ഞ ഈ കുഴലിൽ മുഴുവനും ചാക്ക് ഉള്ളി കയറ്റി വെച്ച്
ബ്ലോക്ക് ചെയ്ത് അത് മണ്ണിട്ട് മൂടി, പിന്നെ ഇന്റർലോക്കും പതിച്ചിട്ട് അയാൾ പോയത്. പിന്നെ ഈ വിവരം ഞാൻ അറിയണത് വീട് കയറി കൂടിയപ്പോഴാണ്. നമ്മള് ടോയ്ലറ്റിൽ പോയിട്ട് വെള്ളം ഒഴിച്ചിട്ട് അത് പോകണില്ല. പിന്നെ പ്ലംബറെ വിളിച്ച് കൊണ്ടുവന്ന് പരിശോധിച്ച് നോക്കി, ഇന്റർലോക്കൊക്കെ പൊളിച്ചു നോക്കിയപ്പോഴാണ് ഇത്തരം ഒരു സംഗതി കേട്ടത്. അപ്പൊ അത് ഇട്ട ആളെ ആരാണെന്ന് മനസ്സിലായി. പിന്നെ അയാൾ വന്നിട്ടില്ല. അപ്പൊ അയാൾ കുറെ കാലം ഏലുണ്ടായിരുന്നു. നല്ല സൗഹൃദമായിരുന്നു. ആ സൗഹൃദത്തിന്റെ പേരിൽ അയാൾ പൈസ വായ്പ വാങ്ങിയതിന് ഞാൻ ജോലിക്ക് പിന്നെ വരാതായി കഴിഞ്ഞപ്പോൾ അയാളോട് ഞാൻ ഇത്തിരി കർശനമായി പറഞ്ഞതിന്റെ പേരിൽ അയാളെ എനിക്കിട്ട് ചെയ്തു വെച്ചിട്ട് പോയില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ആ, അങ്ങനെ കുറെ അനുഭവങ്ങൾ വേറെ വന്നൊരു ഒരു അനുഭവം പറഞ്ഞു. അപ്പോ ആ, വലിയ ഒരു സൗഹൃദത്തിലേക്ക് പോയാൽ അപകടം ഉണ്ടാകും എന്നുള്ളതാണ്. ഒരു കരുതലോടുകൂടി വേണം പോകണം. എന്ന് വെച്ചിട്ട് എല്ലാ അപകടവും ഉണ്ടാവും എന്നല്ല പറയാൻ പറ്റുന്നത് കേട്ടോ. അതെ, എല്ലാ അല്ല, എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അപ്പൊ ഇതിനപ്പുറത്തേക്ക്, ഈ ഒരു മദ്യാസക്ത രോഗത്തിന് രക്ഷപ്പെടാനുള്ള ഒരു കൂട്ടായ്മയുടെ ബന്ധത്തിനപ്പുറത്തേക്ക് ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പോയാൽ അത് പ്രശ്നമാണ്. ഇത് തന്നെ പല ആൾക്കാരും ഈ അല്ലനോണുമായിട്ട് ബന്ധപ്പെടാൻ പോയിട്ട് ആം, ആ, ഇയാളുടെ സ്വഭാവവുമായിട്ട് ആം, സ്വഭാവത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുകയും എന്നിട്ട് അത് പരിഹരിക്കാൻ വേണ്ടി ആ, അല്ലനോട് ഒന്ന് പറയുമോ എന്നൊക്കെ ചോദിക്കും ചിലപ്പോൾ. എൻ്റെ ഭാര്യയോടൊന്ന് പറഞ്ഞു കൊടുക്കുമോ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ആ, നമ്മുടെ ഗ്രൂപ്പിൽ ഒരാൾ വന്നു. കഴിഞ്ഞ ദിവസം എല്ലാം കുറേ പ്രാവശ്യം വന്നു. വന്നിട്ട് ആ ഭാര്യനെ കൂട്ടിക്കൊണ്ട വരെ, എന്നിട്ട് പറയും, നിങ്ങൾ എൻ്റെ ഭാര്യയോടൊന്ന് സംസാരിക്കൂ, എൻ്റെ ഭാര്യയോട് നിങ്ങളൊന്ന് ഉപദേശിക്കൂ, ഭാര്യയോട് ഉപദേശിക്കൂ എന്നൊക്കെ പറയും. ഏതായാലും അയാൾ വന്ന ഒരു ദിവസം പോലും ആരും ഭാര്യയോട് ഉപദേശിക്കാൻ പോയില്ല. ഭാര്യയോട് ഉപദേശിക്കാൻ പോയാലുള്ള കുഴപ്പത്തെക്കുറിച്ച് ഞാൻ അവിടെ മുമ്പൊരു വിഷയമൊക്കെ എടുത്തുകൊണ്ട് ആവും. ഏതായാലും അത് നമ്മുടെ ഡ്യൂട്ടിയല്ല. ഭാര്യമാരെ പോയിട്ട് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ചിലപ്പോൾ അവര് പറയാണ്, ഇയാൾക്ക് ഇങ്ങനെ കുഴപ്പമുണ്ട് അങ്ങനെ കുഴപ്പമുണ്ട് എന്ന് ഭാര്യ പറയുകയും അതിന് പരിഹാരം നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്ത് ചിലപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇവര് തമ്മിലുള്ള ബന്ധം ദൃഢമാവാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ബന്ധം ദൃഢമായ ഒരുപാട് കേസ് കേട്ടിട്ട് നമുക്ക് അറിയാവുന്നത് കൊണ്ട് ഈ അല്ലനോണുമായിട്ടുള്ള ബന്ധം പോലും വളരെ ശ്രദ്ധിച്ച് ആവേണ്ടതാണ് ശരിക്കും പറഞ്ഞാൽ. കാരണം അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മൾ വിചാരിക്കാതെ തന്നെ ചിലപ്പോൾ മാറിപ്പോകാനുള്ള സാധ്യത, അത് നമ്മളുടെ റിലാപ്സിലേക്ക് നയിക്കാൻ വരെ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ ഒരു സുഹൃത്ത്, വളരെ നല്ല നിലയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ഒരു സുഹൃത്ത് അവസാനം വേറൊരു അല്ലനോളിനായിട്ട് പോയി. ആ, അവസാനം ഡൈവോഴ്സ് ചെയ്യേണ്ടുന്നൊരു, ഇപ്പൊ മറ്റവും പോയി, രണ്ടും പോയി, കടിച്ചും ഇല്ല പിടിച്ചും ഇല്ലാതെ ഇപ്പൊ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ മറ്റേ അല്ലനോണുമായിട്ടുള്ള ബന്ധം പോലും ഈ മദ്യാസക്ത രോഗത്തിന്റെ ഒരു ട്രീറ്റ്മെന്റുമായി മാത്രമേ ബന്ധപ്പെടുത്താവൂ. അതല്ലാതെ ആ കുടുംബ പ്രശ്നങ്ങളെ കയറി കൈകാര്യം പോയി പരിഹരിക്കാൻ പോവുക, അതല്ലാത്ത പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പോവുക എന്നുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കുമ്പോൾ ചിലപ്പോൾ അത് പ്രശ്നം ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിന് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ, മദ്യാസക്ത രോഗത്തിന് രക്ഷപ്പെടുക. അവിടെയും ചിലപ്പോൾ ചില ആൾക്കാർ വ്യത്യസ്തമായ രീതിയിൽ പറയാൻ സാധ്യതയുള്ള ഒരു സംഗതി, എന്റെ ഒരു പരസ്യവാചകത്തിൽ മദ്യപാനം നിങ്ങൾക്ക് ഒരു പ്രശ്നമാണോ, ഒരു പക്ഷേ എക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. മദ്യപാനം പ്രശ്നം കാരണമാണ് എയിൽ വന്നത്. ഞാൻ മദ്യപിക്കാൻ കാരണം എൻ്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്, കടം കയറി മുടിഞ്ഞുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഇത് സഹായിക്കും എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് എൻ്റെ കടം വീട്ടി തരണം. അതാണ് നിങ്ങൾ തരേണ്ട ഒരു സഹായം. ഞാൻ കുടി നിർത്തിക്കോളാം, കടം കാരണം ഞാൻ കുടിക്കണേ. വേറൊരാൾ വന്നിട്ട് പറയണു, എൻ്റെ ഭാര്യ പിണങ്ങി പോയത് കൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്, അതുകൊണ്ട് എൻ്റെ ഭാര്യയെ നിങ്ങളൊന്ന് കൊണ്ടുവന്ന് തരണം. വേറൊരാൾ പറഞ്ഞു, മറ്റ് കുറെ പ്രശ്നങ്ങളാണ് കാര്യം, എൻ്റെ ജോലി പോയി, അതുകൊണ്ട് ആ ജോലി ഉണ്ടായിരുന്നെങ്കിൽ, ജോലി പോയപ്പിന്നെയാണ് ഞാൻ കുടി കൂടിയത്, ഉണ്ടെങ്കിൽ ജോലി വാങ്ങിച്ചു തരണം. അപ്പൊ ഇങ്ങനെ മറ്റു ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ ബന്ധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ്. ആ തരത്തിലേക്കുള്ള ബന്ധങ്ങളിലേക്കൊന്നും, അതുകൊണ്ട് ചെയ്യില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്.
എന്തുകൊണ്ടാണ് അതൊക്കെ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ ഇതാണ് എന്റെ കാരണം. അങ്ങനെ പോയി കഴിഞ്ഞാൽ പ്രാഥമിക ഉദ്ദേശ്യത്തിൽ നിന്ന് നമ്മളെ വഴിതെറ്റി. അതാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്താൽ ആഹ്, ഒരു അതെവിടെയാണ്? ഓക്കെ. ഏതായാലും പ്രാഥമിക ഉദ്ദേശ്യം എന്ന് പറയുന്നത് മദ്യാസക്ത രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക. അപ്പൊ ആ ഉദ്ദേശത്തിൽ നിന്നും വഴിതെറ്റിക്കാൻ എന്താ പറയുക, സാധ്യതയുള്ള എല്ലാ തരം പരിപാടികളും മാറ്റിവെക്കേണ്ടതുണ്ട്. പിന്നെ ഏല് വന്നിട്ട് ആരും ആരെയും പഠിപ്പിക്കുന്നില്ല. ആരും ആർക്കും മുകളിലുമല്ല. അതാണ് ഏന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത്ര വർഷമായവൻ മുകളിലോ ഇത്ര വർഷമായവൻ താഴെയുമല്ല. എല്ലാവരും തുല്യരാണ്, ഈക്വലാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും മറ്റൊരാളെ മുകളിൽ അധികാരവുമില്ല. അതുകൊണ്ടാണ് ഇതിന് പ്രസിഡന്റും സെക്രട്ടറി ഒന്നും ഇല്ലാത്തത്. അധികാരമില്ല. കമ്മിറ്റി അവ തന്നെ യൂണിയനും കമ്മിറ്റി അല്ല, യൂണിയൻ അല്ല, സംഘടനയല്ല, ഒന്നുമല്ല. ഇത് ഒരു കൂട്ടായ്മയാണ്. ഇത് ഇവിടെ നിയമങ്ങളില്ല. ഇതിൻ്റെ അകത്ത് നിയമങ്ങളില്ല. ഈ സംഘടനയ്ക്ക് യൂണിയനൊക്കെ നിയമങ്ങളുണ്ട്. ഇത് ഇവിടെ നിയമങ്ങളില്ല. ഇവിടെ ഉള്ളത് പാരമ്പര്യങ്ങളാണ്. അതായത് ഉത്തരവാദിത്തങ്ങളാണ്. ഞാൻ ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ സ്വമേധയാ ഞാൻ ഏറ്റെടുക്കേണ്ടതാണ്. ആരും പറഞ്ഞിട്ട് ചെയ്യേണ്ടതല്ല. ആരും ആരുടെയും മുകളിൽ കൽപ്പിക്കുന്നില്ല, നിർദ്ദേശിക്കുന്നില്ല, അധികാരം പ്രയോഗിക്കുന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തമാണ് സ്വയം മദ്യത്തിൽ നിന്ന് മാറി നിൽക്കുകയും മറ്റുള്ളവരെ മദ്യാസക്ത രോഗത്തിന് രക്ഷപ്പെടാൻ സഹായിക്കുകയും ചെയ്യലാണ് എൻ്റെ ഉത്തരവാദിത്തം. അതെന്റെ ഉത്തരവാദിത്തമാണ്. ഉത്തരവാദിത്ത പ്രതിജ്ഞയൊക്കെ നമ്മൾ ഇതിന്റെ ലാസ്റ്റ് ചൊല്ലാറുണ്ട്. എവിടെയെങ്കിലും ആരെങ്കിലും എപ്പോഴെങ്കിലും സഹായം അഭ്യർത്ഥിച്ചാൽ അവിടെ എൻ്റെ കാര്യങ്ങൾ ഉണ്ടായിരിക്കും. ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തം ഞാൻ മനസ്സിലാക്കി ഞാൻ സ്വമേധയാ ചെയ്യുക. അതല്ലാതെ നീ അത് ചെയ്യേ, നിങ്ങൾ അങ്ങനെ ചെയ്യേ എന്ന് ആരോടും പറയേണ്ടതില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യും. ഇനി ഞാനൊരു കാര്യം ചെയ്യുന്നുണ്ട്, നിങ്ങൾ എന്താ അത് ചെയ്യാത്തതെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് എൻ്റെ രീതിയിലേക്ക് മാറ്റം വരാൻ വേണ്ടി കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്ന പണി ഇതിൻ്റെ അകത്തില്ല. നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന പണിയില്ല. നിങ്ങൾ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള വിവരം ഈ ആൽക്കഹോളിക്സ് അനോണിമസിനെ കുറിച്ച് പഠിച്ച് ഞാനത് ഏറ്റെടുക്കലാണ്. സേവകരാണ്. അതുകൊണ്ടാണ് ഇതിന് സേവകരെന്ന് പറയുന്നത്. സേവനമാണ്. എന്റെ ചുമതലക്കാരെന്ന് പറയുന്നത് സേവകരെന്നാണ് പറയുന്നത്. ആശയങ്ങളിൽ വൈവിധ്യം ഉണ്ടാവും. ഇനി സേവനത്തിൽ വരുന്ന സമയത്ത് പുതിയ ആൾക്കാർ വന്നാൽ അവരോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണം? പുതിയ ആൾക്കാർ വന്നാൽ ഇവരെ ചിലപ്പോൾ ഈ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന പോലെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് കുറെ ആൾക്കാർ വട്ടം കൂടി നിന്നിട്ട് ഉപദേശിക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. നീ അങ്ങനെ ചെയ്യണം, നീ ഇങ്ങനെ ചെയ്യണം. അതിൻ്റെ ഒപ്പം ഏറ്റവും മോശപ്പെട്ട ഒരു നിർദ്ദേശം എന്ന് പറഞ്ഞാൽ ആ മീറ്റിംഗ് പോകരുത്, ഈ മീറ്റിംഗ് പോകരുത്, ഓൺലൈനിൽ കയറരുത്, ഫിസിക്കൽ മീറ്റിംഗിൽ പോകണം എന്നിട്ട് ഭയങ്കര ഭയങ്കര നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കണം. അതിൻ്റെയും ആവശ്യമില്ല. ഇങ്ങനെ കുറെ സാധ്യതകളുണ്ട്. അതിൽ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതാണ് ശരിക്കുള്ളത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണമെങ്കിലേ വേണ്ടൂ. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറയേണ്ട കാര്യം. ആരോടെങ്കിലും എന്താ പറയാ, മെനക്കെട്ട് പോയി ഉപദേശിച്ച് പുറകെ കൂടേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ മീറ്റിംഗ് ഉള്ള ദിവസം ചിലപ്പോൾ ഒരു മിസ്ഡ് കോൾ ഇടുകയോ അല്ലെങ്കിൽ ഇന്ന് മീറ്റിങ്ങിന് വരുന്നുണ്ടോ എന്ന് ചോദിക്കുകയോ ചെയ്യുന്നത് മോശം കാര്യമല്ല. കാരണം ചിലപ്പോൾ മറന്നു പോകാൻ ചിലപ്പോൾ. ഞാൻ ഈ ചില തിങ്കളാഴ്ചകളിലൊക്കെ ഞാൻ മറന്നു പോകാറുണ്ട്.
ചിലപ്പോൾ ഷിബു വിളിക്കുമ്പോഴാണ് അയ്യോ ഷിബുവിന്റെ ആ വിളി കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് തിങ്കളാഴ്ചയാണല്ലോ ഇത്ര ഓർമ്മ വരും. മറ്റത് ശനി ഞായറും ഒന്നും ഇല്ലാത്തത് കൊണ്ട്, സ്കൂളിൽ പോക്ക് ഇല്ലാത്തത് കൊണ്ട് ഇതൊക്കെ മറന്നു പോകും. അപ്പൊ ഒരു വിളി വിളിക്കുന്നത് നല്ലത്. അല്ലാതെ ഏത് നേരവും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ ചെയ്ത് കൊണ്ടിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുണ്ടാവില്ല. ഏതെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അത് ഷെയർ പങ്കുവെച്ച് അതിനുള്ളൊരു പരിഹാരം വേണമെങ്കിൽ നിർദ്ദേശത്തിന് വേണമെങ്കിലാവും. പിന്നെ ആ, വേറെ ബന്ധങ്ങളിൽ വെച്ച് രണ്ടു തരം ബന്ധങ്ങൾ, അതായത് ഓൺലൈൻ ബന്ധവും ഒന്ന് ഫിസിക്കൽ മീറ്റിങ്ങിന് ബന്ധമുണ്ട്. ഈ ഗ്രൂപ്പില് എനിക്ക് തോന്നുന്നില്ല ഇതിലിപ്പോ ആകെ ഒരു ജെയിംസ് തിയേറ്റർ ഉണ്ടെങ്കിൽ ആ ജെയിംസ് തിയേറ്ററിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ബാക്കി ആരെയും ഞാൻ കണ്ടിട്ടില്ല. ജെയിംസ് തിയേറ്റൻ കണ്ണ് കാണുന്നില്ല. വേറെ ആരെയും കണ്ടിട്ടില്ല. ഇപ്പൊ എല്ലാം ഈ ഓൺലൈൻ ബന്ധങ്ങൾ, ഈ ഓൺലൈൻ ബന്ധങ്ങളുടെ മോശമൊന്നുമല്ല. ഓൺലൈൻ ബന്ധങ്ങളിൽ ഒരുപാട് റിലാക്സ്ഡ് ആവുന്നുണ്ട്. ഒരുപാട് പേരുമായിട്ട് സംസാരിക്കുന്നു. അവരെ കാണാത്തത് കൊണ്ട് തന്നെ അവരുടെ വാക്കുകൾ, വർത്തമാനം കേൾക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എൻ്റെ മനസ്സ് ശാന്തമാകും. ഒരു ഫിസിക്കൽ മീറ്റിങ്ങിന് പോയാലും ഇതേ സംഭവമാണ് നടക്കുക. ഇപ്പൊ ഏറ്റവും കൂടുതൽ മനസ്സ് ശാന്തമാകുന്ന സ്ഥലം ഫിസിക്കൽ മീറ്റിംഗ് ആണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ അന്തരീക്ഷം ആയിരിക്കണം കേട്ടോ, ശാന്തമായ ഒരു അന്തരീക്ഷം. അവിടെ ഓരോരുത്തരും സ്വമേധയാ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യുന്നു. ഓരോരുത്തർ അവരവരുടെ കാര്യം പറയുന്നു. അത് ഞാനിങ്ങനെ കേൾക്കുന്നു. അവര് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അവര് ഷെയർ ചെയ്യുന്നത്, അല്ലാണ്ട് നമുക്ക് കേൾക്കാൻ വേണ്ടിയിട്ടല്ല. ഞാൻ കഴിഞ്ഞ ദിവസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഷെയർ ചെയ്തു ഫിസിക്കൽ മീറ്റിംഗ്. ഞാൻ എന്നിട്ട് ലാസ്റ്റ് പറഞ്ഞു, ഞാനിത് നിങ്ങൾക്കാർക്കും വേണ്ടി പറഞ്ഞതല്ല, നിങ്ങൾക്ക് ഇതിലാവശ്യമുള്ളത് വല്ലതും ഉണ്ടെങ്കിൽ എടുക്കാം. പക്ഷെ ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു കാര്യത്തിന്, ഇത് എൻ്റെ ഒരു പ്രോബ്ലം എനിക്ക് പരിഹരിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഉറക്കെ പറയല. ഉറക്കെ പറഞ്ഞില്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ഉറക്കെ പറഞ്ഞാലുള്ള ഗുണം ഉറക്കെ പറഞ്ഞില്ലെങ്കിലുള്ള കുഴപ്പം പറയും. ഉറക്കെ പറയുന്നില്ല എങ്കിൽ ഒരു പ്രോബ്ലം വന്നു. ഈ പ്രോബ്ലത്തെ കുറിച്ച് ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കും തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. അതിങ്ങനെ ആലോചിച്ച് ആ ആലോചന അതിങ്ങനെ കണക്ട് ചെയ്ത് അതിന്റെ മുമ്പിലേക്ക് പോയി അതിന്റെ പുറകെ പിന്നെ അങ്ങ് വരെ എത്തും. അതിന്റെ ആലോചിച്ച് അത് പഴയ ഒരു ചെറിയ സംഭവമാണ്. ആ സംഭവം വരുമ്പോഴേക്കും ആലോചന അങ്ങെത്തും. ഈ സം ഈ ആളുമായി ബന്ധപ്പെട്ട് എന്ന് മുതൽ ബന്ധപ്പെട്ട അന്ന് മുതലുള്ള സംഭവം. അത് മാത്രമല്ല, ഇനി ഇത് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാലുള്ള കാര്യങ്ങൾ അങ്ങ് മരിക്കുന്നോടെ വരെയുള്ള കാര്യങ്ങളും ഓർക്കും. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഏതെങ്കിലും ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ഒറ്റയ്ക്കായിരിക്കുന്ന ഒരു മനുഷ്യൻ അയാളുടെ ചിന്ത ഇങ്ങനെ പോയിട്ട് ഒന്ന് പഴയ കാലത്തേക്കും ഒന്ന് വരാനുള്ള കാലത്തേക്കും, പഴയ കാലത്തേക്ക് പോകുമ്പോൾ 99% സങ്കടം വരാറ്. കാരണം നമ്മൾ ഇല്ലായ്മകളെ കുറിച്ച് മാത്രമേ പുറകോട്ട് തിരിഞ്ഞിട്ട് നോക്കുള്ളൂ. നല്ലതിനെ കുറിച്ച് നോക്കുന്ന വളരെ അപൂർവ സമയങ്ങളിൽ മാത്രമേ നല്ലതിനെ കുറിച്ച്. കാരണം ഏറ്റവും ഡീപ്പായിട്ട് പെട്ടെന്ന് തെളിഞ്ഞു വരുന്ന ഓർമ്മ എന്ന് പറയുന്നത് മോശം അനുഭവങ്ങളാണ്. അതുകൊണ്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഈ മോശ അനുഭവങ്ങൾ മാത്രമേ മനസ്സിലേക്ക് വരുള്ളൂ. അതുകൊണ്ട് സങ്കടം വരും. ഇനി നാളെ മറ്റന്നാളത്തെ കാര്യം ആലോചിക്കാൻ നിന്നാലോ ടെൻഷനും വരും. അപ്പൊ ഈ ഒന്നുകിൽ സങ്കടവും ടെൻഷനും കൊണ്ട് അസ്വസ്ഥരായിട്ടാണ് പലപ്പോഴും ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ഈ ഞാൻ ആദ്യം പറഞ്ഞു വന്നൊരു കാര്യം, ഈ ബാഹ്യലോകവും ആന്തരിക ലോകവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഈ ബാഹ്യലോകം എന്ന് പറഞ്ഞ പ്രകൃതി അതിങ്ങനെ ശാന്തമായിട്ടാണ്, എപ്പോഴും ശാന്തതയുണ്ട്. എന്നാൽ നമ്മുടെ ആന്തരിക ലോകം എന്ന് പറയുന്നത് എപ്പോഴും പ്രക്ഷുബ്ധമാണ്. പ്രക്ഷുബ്ധമാവാൻ കാരണം ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് വരുമ്പോൾ നമ്മുടെ ചിന്ത പഴയ കാലത്തേക്കും പോവും, വരാനുള്ള കാര്യത്തേക്കും. അതായത് ഭാവിയെക്കുറിച്ചും ഭൂതത്തെക്കുറിച്ചുമാണ് കൂടുതൽ. വർത്തമാന കാലത്തെക്കുറിച്ചല്ല ചിന്തിക്കുക. ഭാവിയും ഭൂതമാണ് മനസ്സിൽ വരിക.
അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ സംഘർഷഭരിതമായി ആന്തരിക ലോകം. ഇങ്ങനെ ആ സംഘർഷഭരിതമായ ആന്തരിക ലോകം നിൽക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച്, ആ ഒരു പ്രശ്നത്തെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കുമ്പോൾ വീണ്ടും ഇത് ഭാവിയിലേക്കും ഭൂതത്തിലേക്കും തന്നെ തന്നെ ആലോചിച്ച് വീണ്ടും അസ്വസ്ഥരാവുക ചെയ്യും. ഇതേ സംഗതി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ വന്നിട്ട് നമ്മൾ ഉറക്കെ പറയുകയാണ് എങ്കിൽ നമ്മൾ പ്രസന്റിലുള്ള ആ വലിയ ചിന്തയിലേക്ക് പോകുന്നില്ല. ആ അതുവരെ ചിന്തിച്ചു വെച്ച കാര്യങ്ങളാണ് നമ്മളവിടെ ഉറക്കെ പറയും. അതോടുകൂടി അതവിടെ ക്ലോസ് ആവുക ചെയ്യുന്നത്. ഈ ഉറക്കെ പറയുന്നതോടുകൂടി പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ലാത്ത അവസ്ഥ വരികയും ഞാനത് ഉറക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഉറക്കെ പറഞ്ഞിട്ടില്ല എങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഇങ്ങനെ ആലോചിച്ചു കൂട്ടും. ഈ ഉറക്കെ പറയുക എന്നുള്ളത് ഭയങ്കര ട്രീറ്റ്മെന്റ് ആണെന്നുള്ളത് ആഹ് മനസ്സിലായത് ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നിട്ടാണ്. അപ്പൊ അതുകൊണ്ട് ആഹ് ചില ആൾക്കാരെ വിചാരം ഇതൊന്നും പറയാൻ പാടില്ല. ഞാനിപ്പോ 22 വർഷമായി ഞാനൊരു പ്രശ്നം പറയുമ്പോൾ വേണമെങ്കിൽ ചില ആൾക്കാർ വിചാരിക്കും ഇയാൾക്കിപ്പോ 22 വർഷമായിട്ട് ഇപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടോ. 22 വർഷമല്ല, 200 വർഷം കഴിഞ്ഞാലും അയാളുടെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇയാളുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം കുടുംബവുമായിട്ട് ജീവിക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ബാക്കിയുള്ളവരൊക്കെ വിചാരിക്കുകയും ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അസ്വസ്ഥത വരും. കാരണം ഞാൻ വിചാരിച്ച പോലെ അല്ല. അവിടെ നമ്മൾ ക്ഷമിക്കും. ശാന്തത ഉണ്ടാവില്ലല്ലോ. നിർവാഹം ഇല്ലാത്തതുകൊണ്ടൊക്കെ ക്ഷമിച്ച് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് താഴോട്ടും മേലോട്ടും ഇങ്ങനെ ആലോചിച്ച് കൂട്ടി അസ്വസ്ഥനായിരിക്കുന്ന സമയത്ത് ഒരു മീറ്റിംഗിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഫ്രീ ആയി. അങ്ങനെ മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ ബാഹ്യലോകവും ആന്തരിക ലോകവും ഒരേ വൈബ്രേഷനിൽ വന്ന് സമരസപ്പെടും. ശരിക്കും പുറം ലോകത്തിന്റെ ആ ശാന്തത എന്റെ മനസ്സിലും വന്നിരുന്നെങ്കിൽ എന്ന് ആലോചിച്ചു. പ്രകൃതിയിലെ ആ ശാന്തത എന്റെ മനസ്സിൽ വന്ന സമയമുണ്ട്. ആ ആ സമയത്ത് നമ്മൾ എത്ര കൂളായിരുന്നു. ഉദാഹരണത്തിന് നമ്മളൊരു കടപ്പുറത്ത് പോയിരിക്കുക. ഒരു കടപ്പുറത്ത് പോയി ഇരുന്ന് ആ കടപ്പുറത്തെ കാറ്റുമായിട്ട് നമ്മൾ കടലിലേക്ക് നോക്കി ആ കടലിന്റെ ചുറ്റും ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് ഈ പുറം ലോകവും അകം ലോകവും ഒരേ വൈബ്രേഷനിലാണ്. ഭയങ്കര ശാന്തത. ഇതേപോലെ ശാന്തത കിട്ടുന്ന മറ്റൊരു സമയങ്ങൾ കാട്ടിലൊക്കെ പോയാൽ ആ കാട്ടിൽ ചെന്ന് കാട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു ഭയങ്കര ശാന്തത. ഇതേപോലെ പിന്നെ ശാന്തത കിട്ടുന്ന ഒരു സ്ഥലമാണ് ദേവാലയങ്ങളിൽ പോയാൽ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ അമ്പലത്തിലോ പള്ളിയിലോ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ കാഴ്ചകളും അവിടുത്തെ സംഭവങ്ങളെല്ലാം കണ്ട് അതിനോട് സമരസപ്പെട്ട് ഈ പുറം ലോകവും അകൽ ലോകവും ഒരേ താളത്തിൽ വരും. ഇപ്പൊ ശാന്തതയാവും. അങ്ങനെ നമുക്ക് ഏതെങ്കിലും ഏം, കളിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ, നീന്താൻ പോയാൽ, രാവിലെ ഇറങ്ങി നടക്കാൻ പോയാൽ ആ ആം, പ്രകൃതിയുടെ ഒരു താളവും മനസ്സിന്റെ താളവും ഒരേപോലെ ഒരേ വൈബ്രേഷനിൽ വരുമ്പോൾ ശാന്തത ഉണ്ടാവും. എന്നാൽ ഈ പ്രകൃതിയുടെ താളം ഇപ്പൊ പുറമേ ഉള്ള താളം ഒരു ഇതിലും അകമേയുള്ള താളം ഈ പറഞ്ഞ പഴയ കാലവും ഭാവി കാലവും ഓർത്ത് ടെൻഷനും സങ്കടവും ദേഷ്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന ആന്തരിക കാലം ലോകം വേറെ ഒരു ലോകം. അപ്പൊ ശാന്തത നഷ്ടപ്പെടും. അപ്പൊ ഇത് രണ്ടും ഒരേ ഇതിലാവാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത്. പ്രാർത്ഥന എന്ന് പറയുന്നത് ഈ ശാന്തത. അതിനുള്ള ഏറ്റവും നല്ല മാർഗം ഒരു കാരണവശാലും പഴയ കാലത്തേക്കോ അല്ലെങ്കിൽ ഭാവിയിലേക്കോ കാര്യമായി ചിന്തിക്കേണ്ടതില്ല. കാര്യമായി വർത്തമാന കാലത്തിൽ നിൽക്കുക. ഈ പറഞ്ഞ കടൽ തീരത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു പ്രസന്റ് സിറ്റുവേഷനിലാണ് നമ്മുടെ ചിന്ത മുഴുവൻ. കാട്ടിൽ പോയാൽ ആ പ്രസന്റ് സിറ്റുവേഷനിലാണ്. അമ്പലത്തിൽ പോയാൽ ആ പ്രസന്റ് സിറ്റുവേഷനിൽ ചിന്ത വരുമ്പോഴാണ് നമുക്ക് ശാന്തത ഉണ്ടാവും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗിൽ പോയിരിക്കുമ്പോഴും ആ പ്രസന്റ് സിറ്റുവേഷനിലാണ് നമ്മളുടെ ചിന്ത. പഴയതിലേക്കും പുതിയതിലേക്കും പോകില്ല. അപ്പൊ അവിടെ നമുക്ക് ശാന്തത ഉണ്ടാവും. ഇപ്പൊ ശാന്തത ഉണ്ടാവാനുള്ള ഒരു എന്താ പറയാ പരിശീലനമാണ് യഥാർത്ഥത്തിൽ ആൽക്കഹോളിക്സ് അനോണിമസ് തരുന്നത്. അതാണ് അതിന്റെ പടി എന്ന് പറയുന്നത്. പടികൾ പ്രാക്ടീസ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു കേൾക്കാം. ഈ പടി എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് ശാന്തത, അതായത് പുറം ലോകത്തിന്റെ ശാന്തത അകലോകം കിട്ടണം. അതിന്
എൻ്റെ കയ്യിലുള്ള ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ഒരുപാട് മോശപ്പെട്ട ചിന്താ രീതികളുണ്ട്. അതിനെ എടുത്ത് പുറത്ത് കളയാം. അതാ ശരിക്കും നാലാം പടി എന്ന് പറഞ്ഞ സാധനം. എൻ്റെ സ്വഭാവ ദൂഷ്യം എന്ന് പറഞ്ഞ സാധനം. എനിക്ക് തന്നെ വിനയായിട്ടുള്ള എൻ്റെ ചില സ്വഭാവ സവിശേഷതകളെ എടുത്ത് മാറ്റി കഴിഞ്ഞിട്ട് അവിടെ ഈ പുറം ലോകവും അകം ലോകവും ഒരുപോലെ ആവുന്ന തരത്തിലേക്ക് ശാന്തമായി വരുന്ന ഒരവസ്ഥ. അതുകൊണ്ട് നമുക്കൊക്കെ അറിയാം, എത്ര പ്രക്ഷുബ്ധമായിട്ടിരുന്നാലും നമ്മൾ ഒരു എയുടെ മീറ്റിംഗ് പോയിട്ട്, ഫിസിക്കൽ മീറ്റിംഗ് പോയിട്ട് വന്നിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചിരിക്കും. സന്തോഷം കൊണ്ട് ചിരിക്കും. എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യും. അതല്ല, നമ്മൾ വീട്ടിലിരിക്കുകയാണ്, രാവിലെ മുതൽ ഇരിക്കുകയാണ്, ഒരു അസ്വസ്ഥ ഉണ്ട്, അത് ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ ഭയങ്കര ഗൗരവത്തിലായിരിക്കും. കാരണം ശാന്തത ഇല്ല. ശാന്തത സ്വയം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് വലിയ പണിയാണ്. വലിയ പണി, നടക്കൂല. അതുകൊണ്ടാണ് പറഞ്ഞത്, മൂന്നാമതൊരാള് അല്ലെങ്കിൽ രണ്ടാമതൊരാള് ഇടപെടണം. ഒന്ന് മീറ്റിംഗ് ഇടപെടണം. അതല്ലെങ്കിൽ പിന്നൊരു മാർഗം ഈശ്വരനാണ്, ദൈവം. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറി നിന്ന് പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതിനാണ്. ഒരു ധ്യാനം, ഒരു മെഡിറ്റേഷൻ, ശ്വാസത്തെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു മെഡിറ്റേഷൻ ചെയ്ത് ധ്യാനത്തിലിരുന്നു കൊണ്ട് ഒന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈ ശാന്തത കൈവരും. അല്ലെങ്കിൽ അപ്പുറത്തേക്കോ ഇപ്പുറത്തേക്കോ ചിന്ത ഇങ്ങനെ കടന്നു പോയിക്കൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു ശാന്തത ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സ്ഥലമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ്. ആ മീറ്റിങ്ങില് ചെന്നിരുന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് കഥകൾ പറയല്ല വേണ്ടത്. എന്താ പറയാ, ഞാൻ പഠിച്ച കാര്യങ്ങളല്ല പറയേണ്ടത്, ഞാൻ കേട്ട കഥകളല്ല പറയേണ്ടത്, എൻ്റെ അനുഭവങ്ങളാണ്. ഈ പറയുന്നത് ഒന്നും അവർക്ക് വേണ്ടിയല്ല, മറിച്ച് എനിക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെ ആകുമ്പോഴേ നല്ല. അപ്പൊ ഈ വരുന്ന പുതിയ ആൾക്കാർക്കും പഴയ ആൾക്കാരുമായിട്ടുള്ള നല്ല ബന്ധം ഉണ്ടാക്കി എടുക്കാൻ കഴിയും. പിന്നെ ഓരോരുത്തർക്കും വന്നു കഴിഞ്ഞാൽ ഓരോ കാഴ്ചപ്പാടായിരിക്കും. ചില ആൾക്കാർക്ക് ഈ പുതുമക്കാര് എന്താ പറയാ 12-ാം പടിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. ചില ആൾക്കാർക്ക് തീരെ കാണില്ല. എന്നിട്ട് ഈ ഇൻട്രസ്റ്റ് ഉള്ളവർ മറ്റുള്ളവരെ കുറിച്ചൊക്കെ മോശം പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു പരിപാടി. ഒരു പരിപാടിക്കും പോകില്ല. ഞാനാണെങ്കിൽ അവിടെ പോയി ഇവിടെ പോകും, അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും. അത് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. മറ്റവർക്ക് ചെയ്യാനോ ചെയ്യാണ്ടിരിക്കാനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവരോട് പറയാം, പക്ഷെ നിർബന്ധിക്കാനാവില്ല. അത് പോരുന്നുണ്ടോ ചോദിക്കാന്നുള്ളതല്ല, അത് പോരാനും പോരാതിരിക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ടെന്നുള്ളതുകൊണ്ട് അയാളെ നിർബന്ധിക്കാൻ പാടില്ല. അല്ലാണ്ട് ഇങ്ങനെ പാടും. അതുപോലെ തന്നെ ഞാനാണ് ഇതൊക്കെ കൊണ്ടു നടക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ കേൾക്കണം എന്ന് പറഞ്ഞ് ചെറിയ പിന്നെ സീനിയോറിറ്റി ഉള്ള ആളാണ് ഞാൻ. ഇവിടെ എന്ത് സീനിയോറിറ്റിയാണ്? ഒരു പഴമക്കാരെന്ന് പറഞ്ഞ വലിയ അധികാരവും സീനിയോറിറ്റി ഉള്ള ഒരാളെന്ന് എനിക്ക് അങ്ങനത്തെ ഒരു സംഗതി ഒന്നും ഇതിൻ്റെ അകത്തില്ല. ഇതിപ്പോ ഇത്രയും വർഷമായ ആളും ഇന്ന് വന്ന ആളും ഇന്ന് കുടിച്ചിട്ടില്ല എന്നുള്ള ഒരൊറ്റ കാര്യത്തിന് മുകളിൽ മാത്രമാണ് നിലനിൽക്കുന്നത്. ഇന്നത്തെ രക്ഷപ്പെട്ട ആള് ആ തരത്തിലുള്ള ബന്ധം ഉണ്ടാവും. അതിന് കൂടെ തന്നെ ഈ അധിക്ഷേപപരമായ പരാമർശങ്ങൾ, അതായത് നിനക്കൊന്നും ഇപ്പൊ മനസ്സിലാവില്ല. ഒരു ചങ്ങാതി വന്നിട്ട് പറയാണ്, ഞാൻ പടി എന്താ പറയാ പടി ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു. പറയാ, ആദ്യം നീ ചെയ്യ്, എന്നിട്ട് നീ മറ്റൊന്ന് പഠിപ്പിക്കാൻ പോകും. ഞാൻ ഈ പടി ചെയ്തു എന്ന് ആദ്യത്തെ ഒരു മീറ്റിംഗിൽ ഷെയർ ചെയ്തപ്പോ അവർ ഇന്നലെ വന്നിട്ടേ ഉള്ളൂ, അപ്പൊ ഇപ്പഴത്തേക്കും പടി ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള മോശം പരാമർശങ്ങൾ ഒക്കെ അതിനൊന്നും ആവശ്യമൊക്കെ ബന്ധങ്ങൾ നശിച്ചു പോകും സാധനം. പുതിയതായി വന്ന ഒരാൾക്ക് നീ അവിടെ ഇരിക്കേ, ഞാൻ പറയട്ടെ, നീ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, നിനക്ക് എന്താ അറിയാം എന്നുള്ള രീതിയിൽ ഒരു കമ്മിറ്റിയിൽ വരുന്ന സമയത്ത് അയാളെ അധിക്ഷേപിച്ചു കഴിഞ്ഞാൽ പിന്നെ അയാൾ ആ ഭാഗത്തേക്ക് വരാതെ. അപ്പോ അതിന്റെ ഒന്നും ആവശ്യം ഇതിന്റെ അകത്തില്ല. ഇത് അങ്ങനത്തെ ഒരു ബന്ധങ്ങൾ നശിച്ചു പോകുന്ന തരത്തിലുള്ള അധിക്ഷേപ പരാമർശങ്ങൾ ഒന്നും നടത്താൻ പാടില്ല. അതേപോലെ പുതുമക്കാരൻ വരുമ്പോൾ വട്ടം കൂടി നിന്നിട്ട് അയാൾ പോയിട്ട് ഉപദേശിക്കുന്ന കാര്യമില്ല. പക്ഷെ അയാളെ സ്വീകരിക്കാം, അയാളെ നന്നായി സ്വീകരിക്കാം, കൈ കൊടുക്കാം, കെട്ടിപ്പിടിക്കാം, പൂ കൊടുക്കാം, ഇതൊക്കെ കൊടുത്ത് അയാളെ സ്വീകരിക്കാം. അയാൾക്ക് നിർബന്ധമായി നീ ആ മീറ്റിംഗ് പോകണം, ഈ മീറ്റിംഗ് പോകണം എന്നൊന്നും പറയേണ്ട കാര്യമില്ല. അടുത്ത ആഴ്ചയും പറ്റുമെങ്കിൽ ഇവിടെ വരിക, ഇതേ സമയത്ത് ഞങ്ങളൊക്കെ ഉണ്ടാവും അവിടെ
എന്ന് പറയാന്നുള്ളല്ലാതെ അയാൾ പോകണ്ട. പിന്നെ വേണമെങ്കിൽ മീറ്റിംഗ് ലിസ്റ്റൊക്കെ കൊടുത്തിട്ട് അയാളെ ഇന്ന സ്ഥലത്ത് മീറ്റിംഗ് ഉണ്ട്, ശനിയാഴ്ച അവിടെ ഉണ്ട്, ഞായറാഴ്ച ഇവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുക എന്നുള്ളല്ലാതെ പോകണം എന്ന് പറയാനോ അല്ലെങ്കിൽ ഞാൻ എന്താ പറയുക വീട്ടിലത് കൊണ്ടുപോകുന്നൊക്കെ പറയണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു അല്ലനോണ ഒരു അല്ലനോണല്ല, ഒരു അംഗം സ്ത്രീ ഗൾഫ് രാജ്യത്തില് മീറ്റിങ്ങിനാണ്, സ്ത്രീയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ഒരു സുഹൃത്ത് ആ സ്ത്രീയുടെ ഫോൺ നമ്പർ വാങ്ങി. അങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയെ ഫോണിൽ വിളിച്ചു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഇറ്റ് ഈസ് നൺ ഓഫ് യുവർ ബിസിനസ്. മീറ്റിംഗ് കണ്ട ആളല്ലേ എന്നെ ഇപ്പോൾ വിളിച്ചത്, നിങ്ങളുടെ ബിസിനസ് അല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അടുത്ത മീറ്റിങ്ങിൽ വരുമ്പോൾ പറയാം, എന്നെ ഫോൺ വിളിക്കാനുള്ള അവകാശം നിങ്ങൾക്കില്ല. അതായത് പിന്നെ ആൽക്കഹോളിക്സ് അനോണിമസിലോ അവിടെ വരുമ്പോൾ സംസാരിക്കുക, അവിടെ വരുമ്പോൾ തുല്യരാണ്. അതല്ലാതെ പിന്നീട് പേഴ്സണൽ ബന്ധങ്ങളിലേക്ക് പോവേണ്ട കാര്യമില്ല. കാരണം അതൊന്നും നമ്മളുടെ ഇത് പെട്ടതല്ല. നമുക്കിവിടെ സുബോധാവസ്ഥയിലേക്ക് നമ്മളെ നയിക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് സെന്റർ ഈ ഡോക്ടറോട് കാണിക്കുന്ന പോലെ ഒരു സാധനമാണ് ശരിക്കും. ആ കൂട്ടായ്മ നിലനിൽക്കുകയും വേണം, എന്നാലേ നമുക്ക് നിൽക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് എൻ്റെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് അവിടെ. ഫാമിലി ആയിട്ട് വിവേകാനന്റെ ഫാമിലി ആയിട്ട് നമ്മൾ വലിയ ബന്ധങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഇപ്പൊ ചുരുക്കി പറയാം, ഇത്രയാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് എയുടെ ഉള്ളിലുള്ള ആൾക്കാർ തമ്മിലുള്ള ബന്ധങ്ങൾ ദൃഢമായിരിക്കണം. ആ ദൃഢമാവാൻ പൊളിഞ്ഞു പോകാനുള്ള ഒരു കാരണവും അവിടെ കൊണ്ടുവരാൻ പാടില്ല. ഫാമിലി ആയിട്ട് ബന്ധങ്ങൾ ലോഹ്യം പാടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അത് അതിര് കവിഞ്ഞിട്ടുള്ള ബന്ധങ്ങളിലേക്കൊന്നും പോകുന്നത് നല്ലതാവില്ല. അപ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെയുള്ള നേരത്തെ നല്ല ബന്ധമുള്ള ആൾക്കാർ തമ്മിൽ കുടുംബ ബന്ധങ്ങളിൽ ഉള്ള ആൾക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വീടുകളിൽ പോയി താമസിക്കാൻ പോകുന്നു. അതല്ലേ അതിൽ വന്നതിന് ശേഷവും ഒരേ മനസ്സോടു കൂടി വന്ന ആൾക്കാരാണെങ്കിൽ പോകുന്നു എന്നുള്ളതല്ലാതെ പലപ്പോഴും അത് ചിലത് എൻ്റെ ഒരു അനുഭവം ഞാൻ പറഞ്ഞു. അതുപോലെ ജോലിക്കൊക്കെ വിളിക്കുന്ന ആൾക്കാരെ എൻ്റെ ബന്ധം കൊണ്ട് ജോലിക്ക് വിളിച്ച് ചിലപ്പോൾ വിചാരിച്ച പോലെ ആയിരിക്കില്ല ചിലപ്പോൾ സംഭവിക്കുക. അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. പണം കടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അയാൾ വരാതിരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ. കാരണം എൻ്റെ അനുഭവം അതാണ് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് പണം കൊടുക്കണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. പണം കൊടുക്കാം, ചിലപ്പോൾ കൊടുത്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ രക്ഷപ്പെടുക, ചിലപ്പോൾ കൊടുത്തുകൊണ്ടായിരിക്കും അയാൾ വരാതിരിക്കുക. അതൊക്കെ യുക്തം പോലെയാണ് ചെയ്യേണ്ടത്. അത് കൊടുക്കാനൊന്നും ഇവിടെ എവിടെയും പറയുന്നില്ല. ഇങ്ങനെ ഫിസിക്കൽ മീറ്റിങ്ങിൽ, ഓൺലൈൻ മീറ്റിങ്ങിൽ കൂടുതൽ പോകേണ്ടത്. ഓൺലൈൻ മീറ്റിങ്ങിൽ പങ്കെടുക്കണം, പക്ഷെ ഫിസിക്കൽ മീറ്റിങ്ങിൽ കൂടുതൽ പേര് പങ്കെടുക്കുമ്പോഴാണ് നമുക്ക് ഷെയർ ചെയ്യാൻ അവസരം കിട്ടുക. അപ്പോൾ തന്നെ നമുക്ക് റിലാക്സ്, നമ്മുടെ അകം ലോകവും പുറം ലോകവും ഒരേ വൈബ്രേഷൻ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സ്ഥലം, മനസ്സിന് ശാന്തത ഉണ്ടാക്കുന്ന സ്ഥലം ഫിസിക്കൽ മീറ്റിംഗ് ആണ്. കഴിയുന്നതും ആഴ്ചയിൽ ഒരിക്കൽ മീറ്റിങ്ങിൽ മീറ്റിൽ പങ്കെടുക്കുക. ഇപ്പൊ സമയം കുറെ ഇന്ന് 20ആയി, സമയം കൂടി പോയി. ഏതായാലും നല്ലൊരു വിഷയമായിരുന്നു. അതുകൊണ്ട് ഞാനൊന്ന് എടുത്താണ് ഇനി നിർത്താണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാൻ ഉണ്ടെങ്കിൽ പറയാൻ കുറച്ച് സമയം വേണമല്ലോ. താങ്ക് യു. താങ്ക് യു മാഷെ, താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കളെ, മാഷ് സംസാരിച്ചതിനെ കുറിച്ച് ആർക്കെന്തെങ്കിലും ചോദിക്കാനോ കൂട്ടിച്ചേർക്കാനോ ഉണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ ഉണ്ട്. എൻ്റെ പേര് ജോയ്ക്കുട്ടി എന്നാണ്. ഞാനൊരു അമിത മദ്യപാനിയാണ്. ഞാനും മാഷിന് കണക്ക് കുറെ വർഷങ്ങളായി എനിക്ക്. ആക്ച്വലി ഇന്ന് കേൾക്കുന്നുണ്ടോ? മാഷ് പറഞ്ഞ വളരെ വ്യക്തമായി ഒരു വലിയ അനുഭവമാണ്. അത് കറക്റ്റായിട്ടുള്ള പല കാര്യങ്ങളും വന്ന വിഷയങ്ങൾ, ഇപ്പൊ ഇത്രയും വിഷയങ്ങൾ പറഞ്ഞതിനകത്ത് ഞാനും അതിനകത്തൊരു വിക്ടിമാണ്. കാര്യം എന്ന് വെച്ചാൽ ഈ കാര്യങ്ങളിലെല്ലാം എനിക്കും ഇൻവോൾവ് ഉണ്ട്. കാര്യം എനിക്കും അനുഭവങ്ങളുണ്ട്. പല സാഹചര്യങ്ങളിലും നമ്മൾ പള്ളികളിലായാലും അമ്പലങ്ങളിലായാലും ഒരു അധികാര സ്ഥാനത്തേക്ക് വരരുത് എന്ന് പറയുന്നതിനകത്ത് കാര്യം നമ്മൾ പല അനുഭവങ്ങളിലും അധികാരങ്ങളിലും ഇരുന്ന ആൾക്കാർ നമ്മളെ ഭരിക്കാൻ വേണ്ടി മറ്റുള്ള ആൾക്കാർ വരുമ്പോൾ നമുക്കത് ഇഷ്ടപ്പെടുന്നില്ല. കാര്യം ഞാൻ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ഇൻസ്പെക്ടർ റാങ്കിൽ ഞാൻ റിട്ടയർഡായി, ഒരു മാസമായി. അപ്പോൾ എൻ്റെ അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിൽ എന്നെ ഒരു 400 കുടുംബമുള്ള ഒരു
ഏഹ്, ഒരു പള്ളിയിൽ ഡൽഹിയിലാണ് ഇപ്പോഴും ഞാൻ ഡൽഹിയിലുണ്ട്. അപ്പം 400 കുടുംബമുള്ള ഒരു പള്ളിയിൽ കോമ്പറ്റീഷൻ ആയിരുന്നു. കോമ്പറ്റീഷനിൽ ഇലക്ഷൻ വന്നപ്പോൾ ഞാൻ അവിടുത്തെ വൈസ് പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തു. ഇന്നിപ്പോൾ ഒരു 3 മാസമായി. ഈ 3 മാസം കൊണ്ട് ഞാൻ 2-3 മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അപ്പം ചിലരുടെ വാക്കുകൾ, ചിലരുടെ പ്രവർത്തനങ്ങൾ, സംസാരങ്ങൾ, നമ്മുടെ ആൽക്കഹോളിക് അനോണിമസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മാഷ് പറഞ്ഞതുപോലെ അവിടെ ഒരു പ്രസിഡന്റോ സെക്രട്ടറിയോ അവിടെ ഒരു അധികാരമോ ആർക്കും ഇല്ല. അതുകൊണ്ട് ഈക്വൽ പൊസിഷൻ, ഈക്വൽ ആയിട്ട് ഇവിടെ ഒരു അധികാര മനോഭാവം. നമ്മൾ വൈസ് പ്രസിഡന്റ് ആണല്ലോ, അപ്പം നമുക്ക് നമ്മുടെ ആയിട്ടുള്ള പവർ ഇല്ലേ, അവൻ നമ്മുടെ അടുത്ത് സംസാരിക്കുന്നതിനകത്ത് കുറച്ച് മര്യാദ വേണ്ടയോ, നമ്മളൊരു പവറിൽ ഇരുന്നൊരു മനുഷ്യൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കുന്നത്. ഇന്നലെ എനിക്കൊരു അനുഭവം ഉണ്ടായി, ഭയങ്കരമായൊരു ഫീലിംഗ് എനിക്കുണ്ടായി. അപ്പം ഇങ്ങനെയൊക്കെയുള്ള ചില അധികാരങ്ങളിലേക്ക് ആൽക്കഹോളിക് അനോണിമസ് ഒരിക്കലും നമ്മളെ നയിക്കുന്നില്ല. അവിടെ പല പല പ്രിൻസിപ്പിൾസും നമുക്ക് തരുന്ന ആൽക്കഹോളിക് അനോണിമസിന്റെ ലെസൺ അത് നമ്മൾ അംഗീകരിക്കേണ്ടതാണ്. അതുപോലെ ഈ അലനോണിന്റെ ബന്ധങ്ങൾ, അത് ഡൽഹിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലനോണിന്റെ ആൾക്കാരായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടാൻ നമുക്ക് താല്പര്യം. പക്ഷെ അതൊക്കെ വേറൊരു ബന്ധങ്ങളിലേക്ക് പോകുന്നു. അത് മാഷ് പറഞ്ഞ വളരെ വ്യക്തമായിട്ടുള്ള എനിക്ക് അനുഭവങ്ങളുണ്ട്. അതേപോലെ ആൽക്കഹോളിക്കിന്റെ വൈഫുമാരായിട്ടുള്ള ബന്ധങ്ങൾ, അതും വേറെ റിലേഷനിലേക്ക് പോകുന്നു. കാര്യം എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് തന്നെ അനുഭവമുണ്ട്. അത് നമ്മുടെ ചിന്തകൾ മാറിപ്പോകും. കാര്യം അവരുടെ ആ സൗന്ദര്യം, അവരുടെ ആ ബിഹേവിയർ, നമ്മൾ അവരോട് പെരുമാറുന്ന നമ്മുടെ മൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ് അത്രയും വലിയ ക്ലിയർ ഉള്ള മൈൻഡൊന്നും അല്ല. നമ്മൾ എല്ലാ സ്വഭാവങ്ങളിൽ നിന്നും കൂടെ കടന്നു വന്ന വ്യക്തികളായ എൻ്റെ പേരിൽ നമ്മളത്രയും എത്ര മാഷ് പറയുന്നത് പോലെ 100-200 കൊല്ലമായിരുന്നു ഒരു സ്വഭാവങ്ങൾക്കൊരു മാറ്റം ഇങ്ങനെ പിടിച്ചു നിർത്താന്നല്ലാതെ ഒരു സ്വഭാവങ്ങൾക്കൊരു മാറ്റം വരുമെന്ന് എനിക്കും തോന്നുന്നില്ല. കാര്യം എൻ്റെ 24 വർഷത്തെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഈ 24 വർഷത്തിൽ ഞാനും പഠിച്ച ഇതേപോലൊരു സംഭവമാണ്. ഇപ്പോഴും ചില സന്ദർഭങ്ങളിൽ നമ്മൾ വഴിതെറ്റി പോകാറുണ്ട്. നമ്മുടെ പ്രിൻസിപ്പിൾസും നമ്മുടെ പടികളൊക്കെ നമ്മൾ വെറും ഒന്നുമില്ലാതായി വരുന്നുണ്ട് ചില 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 ബന്ധങ്ങളുടെ പേരിൽ. അപ്പം പിന്നെ ആൽക്കഹോളിക് അനോണിമസ് എനിക്ക് അടുത്ത പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈസ, മാഷി പറഞ്ഞതുപോലെ ഈ പൈസയുടെ ബന്ധങ്ങൾ. ആൽക്കഹോളിക് അനോണിമസിന്റെ വാതിക്കൽ ഞാൻ വന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഞാനൊരു ഡൽഹിയിൽ ഒരു മലയാളിയെ ഞാൻ കാണുന്നത് ആദ്യമായിട്ടാണ്. അപ്പം ഞാൻ ഏകദേശം ഒരു 3 മാസമായപ്പോഴാണ് വേറൊരു മീറ്റിംഗിന് പോകുമ്പോൾ ഒരു മലയാളി കാണുന്നത്. ആ മലയാളി ഞാനുമായിട്ട് ഒരു 25 കൊല്ലത്തിന് മുമ്പിട്ടുള്ള സംഭവമാണ്. ആ മലയാളി ഞാനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം എനിക്ക് ഡൽഹിയിൽ ഒരു മലയാളിയെ കിട്ടിയല്ലോ, ഡൽഹിയിൽ എനിക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ, ഒന്ന് സംസാരിക്കാൻ. കാര്യം ഹിന്ദിയിലായാലും നമ്മൾ ആ ലിറ്ററേച്ചറോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ കേൾക്കുമ്പോൾ നമുക്ക് അത്രയും ആഴങ്ങളിലേക്ക് ഇറങ്ങി പോകാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ഒരു മലയാളി കിട്ടിയെന്നുള്ള വിചാരത്തിൽ പക്ഷെ ആ മലയാളി നമുക്കൊരു 7-8 മാസമായപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ആദ്യം കുറെ പൈസ മേടിച്ചു, പിന്നെയും പൈസ മേടിച്ചു, ഒരു 3-4 പ്രാവശ്യം പൈസ മേടിക്കുന്നു. ഈ മേടിച്ചിട്ട് ഞാനത് പൈസ തിരിച്ചു കിട്ടുമെന്നുള്ള മുഖത്തോടു കൂടി പിന്നെ അത് തിരിച്ചു മേടിക്കുമ്പോൾ എൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെടുവാണ്. ഇന്ന് വരെ പിന്നെ ആ ഒരു ബന്ധം കീപ്പ് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടില്ല. അതിനകത്തും ഇപ്പം മാഷിന്റെ ആ ഒരു ഷെയറിംഗ് ഒക്കെ വളരെ വ്യക്തമായ ഒരു മനുഷ്യന്റെ ജീവിതമാണ്. എൻ്റെ ജീവിതമൊക്കെയാണ് ഇന്ന് പൊളിച്ച് കാണിച്ചിരിക്കുന്നത്. വളരെ താങ്ക്സ് മാഷെ. പല കാര്യങ്ങളും പറയാനുണ്ട്, പക്ഷേ തുച്ഛമായ സമയങ്ങൾ മാത്രമേ ഉള്ളൂ. താങ്ക് യു ഫോർ യുവർ വളരെ വ്യക്തമായുള്ള ഷെയറിങ്ങിന് വേണ്ടിയിട്ട്. നമുക്ക് വീണ്ടും ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും നിങ്ങളുടെ നല്ല അനുഭവങ്ങൾ ഇതിന് മുതൽക്കൂട്ടാണ്. ഷെയർ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. താങ്ക് യു ജോയിച്ചേട്ടാ. താങ്ക് യു സോ മച്ച്. സുഹൃത്തുക്കൾ, അടുത്തവരാണ്. നമുക്ക് കുറച്ച് സമയം കൂടി ഉണ്ട്. ഞാൻ പറയാം സുഹൃത്തുക്കളെ, ഞാനൊരു അമിത മദ്യാസക്ത രോഗി. ദൈവകൃപയാലും കൂട്ടായ്മയോട് സഞ്ചരിക്കുന്നതിനാലും ഞാൻ ദിവസം മദ്യപിച്ചിട്ടില്ല. എൻ്റെ പേര് ജോസ്. എല്ലാവർക്കും ഒരു ഹായ്. ദൈവത്തിന് നന്ദി പറയുന്നു. ഹായ്. എന്തായാലും സാറിന്റെ മാഷിന്റെ ഷെയറിങ്ങുകൾ വളരെ വ്യക്തമായിട്ട് കേട്ടിരിക്കുമായിരുന്നു. കാരണം അതൊത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും അത് ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ചില കാര്യങ്ങളെ മനസ്സിലാക്കാൻ, അതിനെ കൂടുതൽ ആഴപ്പെടുത്താനായിട്ടൊക്കെ അത് ബലപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം ഒത്തിരി നന്ദിയുണ്ട് വിജയ് മാഷിനോട്. അതുപോലെ ജയക്കുട്ടി ചേട്ടനും പറഞ്ഞതും ഒക്കെ അത് തന്നെയാണ്. എന്തായാലും ഒത്തിരി സന്തോഷം. കാരണം ഇന്ന് കൂട്ടായ്മയിലൂടെ 2 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം എൻ്റെ ഒരു നന്ദി കൂട്ടായ്മയിൽ ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞില്ലെങ്കിൽ അത്
നന്ദികേടാണ്. എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഷെയറിങ്ങുകളും അതുപോലെ ഒന്നാം അന്ന് മുതൽ വിജയ മാഷിൻ്റെയും അതുപോലെ ഡോക്ടർ സാറിൻ്റെയൊക്കെ ക്ലാസ്സുകളിലൂടെ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ഏറെക്കുറെയൊക്കെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇതിനകത്ത് ഒത്തിരി സന്തോഷവും അതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒരു മദ്യാസക്തൻ്റെ ജീവിതത്തിൽ 22 വർഷത്തെ കുടി കാരണം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള പല വൈകല്യങ്ങളെ എനിക്ക് മനസ്സിലാക്കാനും ഒക്കെ സാധിച്ചു എന്നുള്ളതാണ്. അതുപോലെ ഓരോ ദിവസവും വൺ ഡേ അറ്റ് എ ടൈം എന്ന രീതിയിൽ ഈ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് വളരെ സിമ്പിളായിട്ട് എല്ലാം തകർന്നടിഞ്ഞ ഒരു അവസ്ഥയിലാണ് ഞാൻ യു കെയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശരിക്കും ഈ ഒരു കൂട്ടായ്മയെ അറിഞ്ഞത്. അതും ഒരുമിച്ച് മദ്യപിച്ച എൻ്റെ ഒരു സുഹൃത്ത് മുഖാന്തരമാണ് ഈ ഒരു കൂട്ടായ്മയിൽ. അപ്പോൾ അതൊക്കെ ഒരു ദൈവത്തിൻ്റെ പ്ലാനാണ്, പദ്ധതിയാണ്. എന്തായാലും ഈ ഒരു കൂട്ടായ്മയിൽ എത്തിപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ജീവനോടെ തന്നെ ഇരിക്കുമോ എന്നതുപോലെ തന്നെ ഞാൻ മാത്രമല്ല എൻ്റെ കുടുംബം മീൻസ് ഒരുപക്ഷെ എൻ്റെ ഭാര്യയും മക്കളും ഒക്കെ ഇരിക്കും, പക്ഷെ എൻ്റെ മാതാപിതാക്കൾ ഒരുപക്ഷെ ഇന്ന് കാണത്തില്ലായിരുന്നു. കാരണം അത്രമാത്രം കടബാധ്യതകളിലൂടെ ഞാൻ ഉണ്ടാക്കി വെച്ച കടബാധ്യതയിലൂടെ അവർ കടന്നു പോകുന്ന ഒരവസ്ഥയായിരുന്നു. കാരണം ഇത്തരത്തിൽ അല്ലെങ്കിൽ കയറി തൂങ്ങും എന്ന് ഒരു അവസ്ഥയിലൊക്കെ എത്തി ഒരു അവസ്ഥയിലാണ് ഞാൻ ഈ ഒരു കൂട്ടായ്മയിലൊക്കെ എത്തിയത്. പക്ഷേ ഈ ഒരു കൂട്ടായ്മയിൽ വന്ന് മദ്യത്തിൽ നിന്ന് മാറി നിന്ന് എൻ്റെ ജീവിതത്തെ മനസ്സിലാക്കി എന്നിൽ ഒരുപാട് കടമകളുണ്ട്, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മീൻസ് എനിക്ക് ഞാൻ ഉണ്ടാക്കി വെച്ച ബാധ്യതകൾ അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെച്ച പ്രശ്നങ്ങൾ ഞാനാണ് അത് തീർക്കേണ്ടത്, അത് ഞാനാണ് അതെന്നൊക്കെയുള്ള തിരിച്ചറിവുകളൊക്കെ ഈ ഒരു കൂട്ടായ്മയിലാണ്. പിന്നെ മദ്യപിക്കാതിരിക്കുമ്പോൾ തന്നെ ജോലി ചെയ്യാനും പണിക്ക് പോകാനും ഒക്കെയുള്ള ആ ഒരു ആരോഗ്യവും മനസ്സും മാനസിക സന്തോഷവും പ്രതീക്ഷയും ഒക്കെ തന്നത് ഈ ഒരു കൂട്ടായ്മയാണ്. അപ്പം ഇത്തിരി നന്ദിയുള്ളവനാണ് വൺ ഡേ അറ്റ് എ ടൈം എന്ന രീതിയിൽ ഈ കൂട്ടായ്മയിലൂടെ മുമ്പോട്ട് പോകാനായിട്ട് ഇനിയും ആ വലിയ ശക്തി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ഷെയറിങ്ങുകളാണ് എന്നെ ബലപ്പെടുത്തിയത്, ഓരോ മീറ്റിങ്ങുകളാണ്. അപ്പം എന്നെ ചേർത്ത് പിടിച്ച എല്ലാവരോടും നന്ദി പറഞ്ഞുകൊണ്ട്, വിജയ് മാഷിനോടും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട്, ഇതിനൊക്കെ വേണ്ടിയിട്ട് മാഷൊക്കെ എടുക്കുന്ന ആ ഒരു പ്രയത്നങ്ങൾക്ക് ആ വലിയ ശക്തി ഒത്തിരി അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ തരട്ടെ. ഒത്തിരി പ്രത്യേകിച്ച് ഞങ്ങളെ പോലെ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ഉള്ളവർക്ക് ഞങ്ങൾക്ക് ഈ ഒരു ഓൺലൈൻ മീറ്റിങ്ങിൻ്റെ ഒക്കെ ആ ഒരു ഇത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കാരണം ആ ഒരു നമ്മുടെ തന്നെ തനമായ ഭാഷയിൽ ഫിസിക്കൽ മീറ്റിങ്ങിന് പോകുന്നുണ്ട് എങ്കിലും ആ നമ്മുടെ ഭാഷയിൽ കേൾക്കുമ്പോൾ കുറേയും കൂടെയൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടും ഇങ്ങനെയൊക്കെയുള്ള വ്യക്തി വൈകല്യങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കാനായിട്ടും അതുപോലെ കൂട്ടായ്മയെക്കുറിച്ച് മനസ്സിലാക്കുവാനും കൂട്ടായ്മയിലൂടെ എങ്ങനെയാണ് മുമ്പോട്ട് ജീവിക്കേണ്ടത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കാനായിട്ടൊക്കെ സാധിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും ഇന്നത്തെ ഈ ഒരു മാഷിൻ്റെ ഈ ഒരു ടോക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ട് എല്ലാവർക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവിധ അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും മാഷിനും കുടുംബത്തിനും നേർന്നുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസവും മുമ്പോട്ട് വിഭാവനം ചെയ്യുന്ന എല്ലാ അനുഗ്രഹങ്ങളോടെ ജീവിക്കാൻ നമ്മളെ ആ വലിയ ശക്തി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീനു, താങ്ക് യു സോ മച്ച്. താങ്ക് യു ജോസേട്ടാ. മാഷ വിജയ മാഷ നമ്മുടെ ജോസേട്ടന്റെ രണ്ടാമത് ഞാൻ പറയാനൊക്കെയായിരുന്നു. ജോസേട്ടൻ യു കെയിലാണല്ലേ? അതെ മാഷെ, അതെ. 2 വർഷത്തെ അടിപൊളി. ആദ്യത്തെ 2 വർഷത്തൊക്കെ പറഞ്ഞത് ഒരു സംഭവമാണ്. ഏറ്റവും സംഭവ ബഹുലമായ വർഷങ്ങളാണ് ആദ്യത്തെ 2-3 ഒക്കെ. പിന്നെ ഈ റോക്കറ്റ് മേലോട്ട് ഉയരുമ്പോഴേ അതിന്റെ ഭൂമിയിൽ നിന്ന് മുകളിലോട്ട് പോകണമെങ്കിൽ ഒരു 5-6 റോക്കറ്റ് സൈഡിൽ കൂടെ കത്തണം. എന്നിട്ട് കുറച്ചു നേരം ഉയർന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ റോക്കറ്റ് അത്രയും സാധനം വേണ്ട, ഇന്ധനം കുറച്ചു മതി. അപ്പൊ ആദ്യത്തെ 2 കൊല്ലം ഉയരണമെങ്കിൽ എത്ര എനർജി വേണമെന്നറിയോ? അതുകൊണ്ടാണ് വളരെ വലിയ സംഭവമാണ് ആദ്യത്തെ 2 കൊല്ലമൊക്കെ. എല്ലാവിധ ആശംസകളും. ഇനി ചെറിയ മോട്ടോർ കത്തിച്ചാൽ ഉയരങ്ങളിലേക്ക് പോകാൻ സാധിക്കട്ടെ. താങ്ക് യു. താങ്ക് യു.